السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നാട്ടിൽ സജ്ജമാക്കിയ അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്നും ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ്. നമ്മളൊന്നും പ്രത്യേകമായി ഒന്നും പഠിക്കേണ്ടതില്ലെന്നും നമ്മളുടെ സമൂഹത്തിലെ ചില ആളുകൾ മാത്രമാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നും ആ പഠിച്ച ആളുകൾ എന്താണോ പറയുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പോലും ആലോചിക്കാതെ നാം പിൻപറ്റുക മാത്രമാണ് ചെയ്യേണ്ടതെന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് മുജാഹിദുകൾ രംഗത്ത് വരുന്നത്. അതുവരെ പഠനമെന്നത് കേവലം നിർബന്ധമായ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാൻ വേണ്ട ദിക്റുകളും പ്രാർത്ഥനകളുമൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വഴികാട്ടിയായി
നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, അത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളുടെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടത് എന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് മുജാഹിദുകളാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അടക്കമുള്ള ഭൗതിക വിദ്യാഭ്യാസങ്ങളോട്, വിദ്യാലയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുകയും ചെയ്ത മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും മുജാഹിദുകളാണ് എന്ന് ചരിത്രമറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾ ഇപ്പോഴും മുജാഹിദുകൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കുന്നത്. പഠനമെന്നത്, കാര്യങ്ങൾ പഠിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് മാത്രം പഠിച്ചാൽ മതി, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ അതല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് മാത്രം പഠിച്ചാൽ മതി എന്ന അവസ്ഥ മാറിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ നമ്മുടെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ വിരൽത്തുമ്പിൽ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെയായി ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. സൂഫിസം അതുപോലെ ഇസ്ലാമിൻ്റെ പേരിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ത്വരീഖത്ത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഇസ്ലാമിൻ്റേതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പോലും തെറ്റായ കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ ദീനെന്ന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തെന്ന്, എന്തടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് എന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് ഇസ്ലാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരു കൂട്ടർ വന്ന് ഇത് ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ പാട്ട് പാടുകയും ഡാൻസ് നടത്തുകയും നൃത്തം ചെയ്യുകയും മോദിയുടെ കൈപിടിച്ച് മുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇസ്ലാം. അങ്ങനെ മോഡി ഉദ്ഘാടനം ചെയ്യുന്ന അന്താരാഷ്ട്ര സൂഫി സമ്മേളനം, അതാണ് ഇസ്ലാം. അവിടെ നടത്തുന്ന ഡാൻസാണ് ഇസ്ലാം. അവിടെ ആളുകൾ കൂടിയിരുന്ന് ചൊല്ലുന്ന ദിക്റുകളാണ് ഇസ്ലാം എന്ന് ചില ആളുകൾ വന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ഇസ്ലാം എന്ന്. ആലുവയിലൊരു സുൽത്താൻ വന്ന് ആ സുൽത്താൻ പറയുന്ന കാര്യങ്ങളാണ് ദീൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദീനാണ് എന്ന് ആ സുൽത്താൻ വന്ന് പറയുമ്പോൾ അത് ദീൻ അല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്താണ് ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഖാദിരിയ ത്വരീഖത്തിൻ്റെ, റിഫായിയ ത്വരീഖത്തിൻ്റെ, നഖ്ശബന്ദിയ ത്വരീഖത്തിൻ്റെ, ചിസ്തിയ ത്വരീഖത്തിൻ്റെ, ഇങ്ങനെ ഒരുപാട് ശൈഖുമാർ നമ്മുടെ നാടുകളിലൊക്കെ വന്ന് പ്രത്യേകമായ ദിക്റുകളും ആചാരങ്ങളും കർമ്മങ്ങളുമൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഇസ്ലാം, ഇതൊക്കെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയെന്ന് ചില ഓമന പേരുകളിട്ട് മുറാഖബയുടെ, മുജാഹദയുടെ, മുശാഹദയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് നമ്മളോട് പറയുമ്പോൾ അതല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ആ ഇസ്ലാമല്ലാത്ത കാര്യത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദുകൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന
അവസാന ദൂതനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന മതം, ആ മതമാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്, ആ മതമാണ് ഒരു മുസ്ലിം അംഗീകരിക്കേണ്ടത്. ആ മതത്തെ പറ്റി ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ നിങ്ങളുടെ മതം നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗം അക്മൽതു ലക്കും ദീനക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ദീൻ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അഥവാ ഈ ദീൻ അള്ളാഹുവിൻ്റെതാണ്, അത് അള്ളാഹു പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ ദീനിൽ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ദീനിൽ എന്തൊക്കെയാണ് ആചാരങ്ങളെന്ന് അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ദീനിൽ എന്തൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു, മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ വഖദ് അമർതുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സകല ത്വരീഖത്തിൻ്റെയും അതേപോലെ തന്നെ സൂഫിസത്തിൻ്റെയും ഈ പറഞ്ഞ രൂപത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാക്കി, പുതിയ റാത്തീബുകൾ ഉണ്ടാക്കി, പുതിയ ദിക്റുകൾ ഉണ്ടാക്കി, പുതിയ ദിക്ർ മജ്ലിസുകൾ ഉണ്ടാക്കി, മജ്ലിസുൻ നൂർ ഉണ്ടാക്കി, അതേപോലെ തന്നെ സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടാക്കി, സ്വലാത്ത് നഗറുകൾ ഉണ്ടാക്കി. ഈ സമുദായത്തെ ഇത്തരം അനാചാരങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് എന്താ? നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. എന്തിനാ ഈ പ്രത്യേക ദിക്റ്? എന്തിനാ ഈ ഡാൻസ്? എന്തിനാ പ്രത്യേകമായ ചില സൂഫി ആചാരങ്ങൾ? എന്തിനാ ഈ ത്വരീഖത്തിന്റെ ഭാഗമായുള്ള മജ്ലിസുകൾ? ഒക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്നാണ്. എന്നാൽ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച, ഈ ലോകത്ത് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ വഖദ് അമർതുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ. ഇതാ ഈ നമ്മുടെ കാര്യം, നമ്മുടെ ഈ ദീൻ കാര്യം, ആ ദീന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണല്ലോ അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ആ ദീനിന്റെ കാര്യങ്ങളാണല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ദീനിന്റെ സന്ദേശമാണല്ലോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. അത് എത്തിച്ചു തരാനാണല്ലോ അള്ളാഹ് എന്നെ റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് പറയുന്നത്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി വല്ലതും ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ആ ദീനിൽ പെടാത്ത വല്ലതും, ആ ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ. ആ ദീന് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഞാൻ. ആ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ. അള്ളാഹുവിന്റെ റസൂല നമ്മളോട് പറയുന്നത്, ആ ദീനിൽ നിങ്ങൾ വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാകുന്നു. വീണ്ടും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. മൻ അമില അമലൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു. എന്തിന്? ഒരാളൊരു വീടുണ്ടാക്കി, ആ വീടിന്റെ ഓട് മാറ്റി ടെറസാക്കി, അല്ലെങ്കിൽ ഒരാൾ കച്ചവടം തുടങ്ങി, അയാൾ ആദ്യം തുടങ്ങിയത് ബേക്കറിയാണ്, അത് നട്ടാവും തോന്നിയപ്പോൾ ടെക്സ്റ്റൈൽസ് തുടങ്ങി. അല്ല, ദീനിന്റെ കാര്യത്തിൽ ഒരാൾ വല്ലതും പ്രവർത്തിച്ചാൽ, മൻ അമില അമലൻ, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു. എന്താ കാര്യത്തിന്റെ പ്രത്യേകത? ലൈസ അലൈഹി അംറുന, അങ്ങനെ അവനോട് ചെയ്യാൻ നാം പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആചാരം നാം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു അനുഷ്ഠാനം നാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നാം പഠിപ്പിക്കാത്ത അനുഷ്ഠാനങ്ങളുമായി ഒരാൾ മുന്നോട്ട് പോയാൽ ഫഹുവ റദ്ദുൻ, തള്ളിക്കളയണം. സ്വീകരിക്കാൻ പാടില്ല, അവനെ സ്വീകരിക്കാൻ പാടില്ല ആചാരത്തെ.
വളരെ കൃത്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദീൻ എന്ന് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആചാരം വരുമ്പോഴും, ഏത് വിശ്വാസം കടന്നു വരുമ്പോഴും, ഏത് സമ്പ്രദായം ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് ആരൊക്കെ കടത്തിക്കൊണ്ടുവരുമ്പോഴും അത് തിരിച്ചറിയുവാനും സ്വീകരിക്കേണ്ടതാണോ തിരസ്കരിക്കേണ്ടതാണോ എന്ന് മനസ്സിലാക്കുവാനും ഒരു മുസ്ലിമിന്റെ മുമ്പിലുള്ള മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂൽ അത് ചെയ്തോ ഇല്ലേ എന്നതാണ്. ഇവിടെ ത്വരീഖത്തുകൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. സൂഫിസം ഇന്ത്യയിൽ സാർവത്രികമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര സൂഫി സമ്മേളനം ഡൽഹിയിൽ വെച്ച് നടന്നത്. കേരളത്തിൽ നിന്ന് അതിൽ പങ്കെടുത്തത് കാന്തപുരവും അതേപോലെ ഖലീൽ ബുഖാരിയും ഒക്കെയാണ്. അതിനു പുറമെ കേരളത്തിൽ ചില ത്വരീഖത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആലുവയിലൊരു സുൽത്താൻ, ഇവിടെ കുരുവട്ടൂരിൽ ഒരു സക്കാഫി ശൈഖായി ചമഞ്ഞ് അദ്ദേഹം ഞാൻ വലിയ ശൈഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശൈഖാണ് എന്ന ഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചില മുരീദുകൾ ഞങ്ങളുടെ ശൈഖാണ് അയാള്, ഞങ്ങളുടെ ഉസ്താദാണ് അയാള് ഭയങ്കര പവറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി കുരുവട്ടൂര് കേന്ദ്രമായി വേറെ ഒരു ത്വരീഖത്തുണ്ടാകുന്നു. അതേപോലെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ശൈഖുമാര് മുളച്ചു പൊങ്ങുകയും ആ ശൈഖുമാര് ചില മുരീദുമാരെ ഉണ്ടാക്കുകയും ഞങ്ങളൊക്കെ ഖാദിരിയ ത്വരീഖത്തിൽപ്പെട്ടവരാണ്, ഞങ്ങളൊക്കെ റിഫായിയ ത്വരീഖത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ രംഗത്ത് വരികയും ചെയ്യുന്നു. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ ദീനിന്റെ ആളുകളാണ് എന്നാണ്. ഞങ്ങൾ ഈ ദിക്ർ പഠിപ്പിക്കുന്നത് ദീനിന്റെ ഭാഗമായാണ്, ഞങ്ങൾ ഈ ദുആ പഠിപ്പിക്കുന്നത് ദീനിന്റെ ഭാഗമായാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. എന്നാൽ ഈ ദിക്റുകൾക്ക് ദീനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ആലുവ സുൽത്താൻ വന്ന ഒരു കാലം അതേപോലെ ഒരു ത്വരീഖത്ത്, ആലിന്തറ ത്വരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് രൂപം കൊണ്ടു. ഈ ആലിന്തറ ത്വരീഖത്തിന്റെ ആളുകൾ ചില പ്രത്യേക ദിക്റുകളും ദുആകളും ഒക്കെ പഠിപ്പിക്കാൻ ആലിന്തറ ത്വരീഖത്തിന്റെ കൂട്ടത്തിൽ ഈക്കക്കാരാണ്, ഈക്ക വിഭാഗം സുന്നികളാണ് അതിന്റെ ഭാഗമായി അതിൽ സജീവമായി പ്രവർത്തിച്ചതെങ്കിലും ചില സഖാഫിമാരൊക്കെ അതിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അതിന് തടയിടാൻ വേണ്ടി കൊടുവള്ളിയിൽ ഈ ആലിന്തറയിൽ എ പി വിഭാഗത്തിന്റെ പ്രതിനിധിയായി അതിനെ എതിർക്കുവാൻ വേണ്ടി പേരോടിനെ കൊണ്ടുവന്നു. പേരോട് ഈ ത്വരീഖത്ത് കള്ളത്വരീഖത്താണെന്ന് സമർത്ഥിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ. അങ്ങനെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പേരോട് ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദിക്റ് കിട്ടിയത്? ആലിന്തറ ത്വരീഖത്തിന്റെ ചില ദിക്റുകളുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്. ആ ദിക്റ് ചൊല്ലിയാൽ ഇന്ന കൂലി കിട്ടും, ആ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന കൂലി കിട്ടും, ആ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന പദവി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ത്വരീഖത്ത് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ വന്നിട്ട് പേരോടിന്റെ ചോദ്യമാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദിക്ർ കിട്ടിയത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്വലാത്ത് കിട്ടിയത്? ഈ സ്വലാത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഈ സ്വലാത്ത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുണ്ടോ? ഈ സ്വലാത്ത് സ്വഹീഹായ ഏതെങ്കിലും ഹദീസുകളിലുണ്ടോ? ഈ ഹദീസ്, ഈ സ്വലാത്തുകൾ, ഈ ദിക്റുകൾ സ്വഹീഹായ ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുൻകാല പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെല്ലുന്നതിന് എന്തർത്ഥം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പേരോടിന്റെ പ്രസംഗം. പേരോടിന്റെ പ്രസംഗത്തിന് ആലിന്തറ ത്വരീഖത്തുകാർ മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്ന് പറഞ്ഞോ? ഇതെവിടെ ഉണ്ട് എന്നല്ല അവരെ മറുപടി. അവര് പേരോടിനോട് ചോദിക്കാൻ, പേരോടെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യം കിട്ടിയത്? ഈ സ്വലാത്തും ദിക്റുമൊക്കെ സ്വഹീഹായ ഹദീസിലുണ്ടോ എന്ന ചോദ്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ചോദ്യം നിങ്ങൾക്ക് വഹാബികളുടെ അരികിൽ നിന്ന് കിട്ടിയതല്ലേ? കാരണം നമ്മൾ നാരിയ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ വഹാബികൾ ചോദിച്ചു, ഈ ഹദീസ്, ഈ സ്വലാത്ത്, നാരിയ സ്വലാത്ത് സ്വഹീഹായ ഏതെങ്കിലും ഹദീസിലുണ്ടോ എന്ന് വഹാബികളാ ചോദിച്ചത്. നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലണമെന്ന് പറഞ്ഞപ്പോ വഹാബികൾ ചോദിച്ചു, ഈ സ്വലാത്ത് ഏത് സ്വഹീഹായ ഹദീസിലാണുള്ളത് എന്ന്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ വേണ്ടി താജു സ്വലാത്ത് ചെല്ലണമെന്ന് നമ്മൾ പറഞ്ഞപ്പോ വഹാബികളാ ചോദിച്ചത്, ഈ സ്വലാത്ത് സ്വഹീഹായ ഏത് ഹദീസിലാണുള്ളത് എന്ന്.
ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു ഞങ്ങളുടെ ഈ സ്വലാത്ത് എവിടെയാ ഉള്ളത് എന്ന്. എന്നാ ആദ്യം പോയി വഹാബിയക്ക് മറുപടി കൊടുക്ക്, നിങ്ങൾ ചെല്ലുന്ന നാരിയ സ്വലാത്ത് ഏത് ഹദീസിലാ ഉള്ളത്? കേട്ട ആളുകൾക്ക് എന്ത് മനസ്സിലായി? രണ്ട് സ്വലാത്തും സ്വഹീഹായ ഹദീസിലില്ല എന്ന് മനസ്സിലായി. പേരോടിന്റെ ചോദ്യത്തിലൂടെ എന്തുകൂടി മനസ്സിലായി? അങ്ങനെ ഒരു സ്വലാത്ത് സ്ഥിരപ്പെടണമെങ്കിൽ, അങ്ങനെ ഒരു ദിക്ർ ചൊല്ലണമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ലഭിച്ചേ മതിയാവൂ എന്നുകൂടി മനസ്സിലായി. അല്ലെങ്കിൽ പേരോട് അങ്ങനെ ചോദിക്കേണ്ടയില്ലല്ലോ. ഇതുപോലെയാണ് ആളുകൾ ദിക്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതുപോലെയാണ് ആളുകൾ സ്വലാത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം തന്നെ എന്താ? ഈ സൂഫിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ സൂഫിസം എന്ന പേര്, സൂഫിയത്ത് എന്ന പേര് ഇതിന് ലഭിച്ചതിനെ കുറിച്ച് തന്നെ ആയിരക്കണക്കിന് അഭിപ്രായങ്ങളാ പറഞ്ഞത്. സൂഫികൾ തന്നെ ആയിരക്കണക്കിന് അഭിപ്രായങ്ങളാ പറഞ്ഞത്. ഇപ്പൊ ഡൽഹിയിൽ പ്രസംഗിച്ച ഒരു സൂഫി പറഞ്ഞത് പുതിയ ഒരായത്താണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾ ഇതിന് പുതിയ പുതിയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ വിശദീകരണങ്ങൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താ സൂഫിസം? ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു കാര്യം, സൂഫ് എന്ന പദത്തിൽ നിന്നാണ് സൂഫിസം ഉണ്ടായത് എന്നാണ്. എന്താ സൂഫ് എന്ന് പറഞ്ഞാൽ? രോമപ്പൊതപ്പ് എന്ന അർത്ഥം. ഒരു കാലത്ത് രാജാക്കന്മാരുടെ, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരുടെ സാമ്പത്തിക ധൂർത്തിൽ മനംമടുത്ത്, അവരുടെ ആഡംബര ജീവിതത്തിൽ മനംമടുത്ത്, ഈ ഭരണാധികാരികളുടെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മനംമടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുകയും ലാളിത്യത്തിന്റെ പ്രതീകമായി സുഹൃദിന്റെ വിരക്തിയുടെ ആളുകളായി മാറി നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് സൂഫികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അവരെന്ന് ധരിച്ചത് രോമത്തിന്റെ പുതപ്പാണ്. അവരെന്ന് ധരിച്ചത് രോമത്തിന്റെ പുതപ്പുകളായിരുന്നു. അതുകൊണ്ട് ആ ആളുകളെ സൂഫ് ധരിക്കുന്ന, രോമപ്പുതപ്പ് ധരിക്കുന്ന ആളുകൾ എന്ന പേരിൽ, എന്ന അർത്ഥത്തിൽ സൂഫികൾ എന്നറിയപ്പെട്ടു. ഇന്നത്തെ സൂഫികളല്ല, ആഡംബര ജീവിതത്തിന്റെ ആളുകളാണ്. നമുക്കറിയാലോ, കേരളത്തിലെ സൂഫി, കേരളത്തിൽ നിന്ന് സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്ത ആള് കാന്തപുരാണ്. അപ്പൊ പിന്നെ അറിയാലോ എങ്ങനെ ഉണ്ടാവും സൂഫി എന്ന് പറയുന്ന ഈ ആശയവും ആ ജീവിതവും തമ്മിലെന്ന്. ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പക്ഷേ ആ തുടങ്ങിയത് തെറ്റായ വഴിയിലേക്ക് പോയി. സൂഫിസത്തിന്റെ പേരിൽ, സൂഫിയത്തിന്റെ പേരിൽ പിന്നീട് കാണാൻ കഴിഞ്ഞത് തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വരുന്നതാണ്, തെറ്റായ ആദർശങ്ങൾ കടന്നു വരുന്നതാണ്, തെറ്റായ ആചാരങ്ങളും തെറ്റായ ചടങ്ങുകളും കടന്നു വരുന്നതാണ്. അങ്ങനെ സൂഫിസം ഇന്ന് പറയുന്ന ഇസ്ലാമുമായി ഒരു പുലബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്താ അള്ളാഹുവിനെ കുറിച്ചൊക്കെ ഇവരുടെ വിശ്വാസം? ഏതാണ്ട് അദ്വൈത വിശ്വാസത്തിന് സമാനമായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട് സൂഫികളുടെ കൂട്ടത്തിൽ. തൂണിലും തുരുമ്പിലും അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവർ, എല്ലാം അള്ളാഹുവാണ് എന്ന് പറയുന്നവർ. അതാണല്ലോ ഒരു സൂഫി പറഞ്ഞത്. ഒരു സൂഫി പത്തിരി എടുത്ത് ഇങ്ങനെ തിന്നുമ്പോ പറഞ്ഞു എന്നാണ്, ഒരു പടച്ചോൻ വേറൊരു പടച്ചോനെ തിന്നുന്ന സൂഫിയും പടച്ചോനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പത്തിരിയും പടച്ചോനാണ്. എല്ലാറ്റിലും ദൈവമാണ് കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്വൈത വിശ്വാസം വരെ സ്വീകരിക്കുന്ന സൂഫികളെ നമുക്ക് കാണാൻ കഴിയും. തൗഹീദുമായി അവർക്ക് ബന്ധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവരുടെ പാട്ടുകളിൽ സമാഅ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കുന്ന ഡാൻസ് സമ്പ്രദായമുണ്ട്, പാട്ട് സമ്പ്രദായമുണ്ട്. അതിനൊക്കെ ഈ ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച് അങ്ങനെ പാട്ട് കേൾക്കുന്നതിന് വിരോധമില്ല, അങ്ങനെ ഡാൻസ് കളിക്കുന്നതിന് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തഖ്വ ഉണ്ടാക്കാനാണത്രേ. തഖ്വ ഉണ്ടാക്കാൻ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നത് കൊണ്ട് വിരോധമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില ദിക്റുകളുടെയൊക്കെ രംഗങ്ങൾ. എന്തിനാ ഇത്? തഖ്വ ഉണ്ടാക്കാൻ. എന്നാൽ അള്ളാഹുവിനോടുള്ള തഖ്വ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂലുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാർ കൂടുതൽ നമസ്കരിക്കുമെന്ന് തീരുമാനിച്ചപ്പോ
രാത്രിയിൽ ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന് തീരുമാനിച്ചപ്പോ, റമളാൻ അല്ലാത്ത കാലങ്ങളിലും നോമ്പെടുക്കും, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുമെന്ന് തീരുമാനിച്ചപ്പോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുകയില്ല എന്ന് തീരുമാനിച്ചപ്പോ, അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമാ വല്ലാഹി, പടച്ച തമ്പുരാനാണ് സത്യം, ഇന്നി ലഅത്ഖാകും ലില്ലാഹി വഅഖ്ശാകും ലഹു, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഞാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് തഖ്വയുള്ളവൻ ഞാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാൻ. ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട്, എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യക്കപ്പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാ പറയുന്നത്? രാത്രിയിൽ ഉറങ്ങാതെ നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചവരോട്. അങ്ങനെയല്ലേ ചില ശൈഖുമാരുടെ പ്രത്യേകതയൊക്കെ പറയാറുള്ളത്? എന്താ? 40 ദിവസം തുടർച്ചയായി ഉറങ്ങാതെ നിസ്കരിച്ചു, ഉറങ്ങാതെ ഖുർആൻ ഓതി, ഉറങ്ങാതെ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. അത്ര വലിയ ശൈഖാണ് ഞങ്ങളെ ശൈഖ് എന്നല്ലേ പറയുന്നത്. എന്നാൽ ആ ശൈഖുമാരെക്കാളൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, അങ്ങനെ ഒരാചാരം പഠിപ്പിച്ചിട്ടില്ല. ഉറങ്ങാതെ ദീർഘമായി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ഒരേർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യുമെന്ന് പറഞ്ഞവരോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ സുന്നത്തിനപ്പുറത്തേക്കാണ് പോകുന്നത് എന്നാണ്. ചില ആളുകളുടെയൊക്കെ ധാരണ എന്താ? ഇപ്പോ ആ ത്വരീഖത്തിന്റെ ഭാഗമായി, അതേപോലെ സൂഫീസത്തിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്നത് ദിക്ർ ചൊല്ലലല്ലേ, സ്വലാത്ത് ചൊല്ലലല്ലേ, നല്ല കാര്യങ്ങളല്ലേ, അതിനെന്താ കുഴപ്പം എന്നാ ചില ആളുകൾ ചോദിക്കാറുള്ളത്. അതേപോലെ ഈ ത്വരീഖത്തിന്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ, സുൽത്താന്റെ മുരീദൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. ആ ആരാധനാ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാമെന്നല്ലേ ഉള്ളൂ, അതൊക്കെ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ സംഭവം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർക്കുന്നത് ആരെയാ? നിസ്കരിക്കൂല എന്ന് പറഞ്ഞവനോടല്ല, നോമ്പെടുക്കില്ലെന്ന് പറഞ്ഞവനോടല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞവനോടല്ല, മറിച്ച് രാത്രിയിൽ ഇനി എല്ലാ ദിവസവും ഉറക്കമൊഴിഞ്ഞ് നമസ്കരിക്കും എന്ന് പറഞ്ഞവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ സുന്നത്തിനപ്പുറത്തേക്കാണ് നീ പോകുന്നത്. റമളാൻ അല്ലാത്ത കാലത്തും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും എന്ന് പറഞ്ഞവനോട്, എല്ലാ ദിവസവും ഇനി ഞാൻ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും എന്ന് പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ സുന്നത്തിനപ്പുറത്തേക്കാണ് നീ പോകുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വൈവാഹിക ജീവിതം നയിക്കുകയില്ല എന്ന് തീരുമാനിച്ച സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ സുന്നത്തിനപ്പുറത്തേക്കാ നീ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പ്രത്യേകത അതാ. ആ സുന്നത്താ നമ്മൾ സ്വീകരിക്കേണ്ടത്, ആ ത്വരീഖത്താ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ. വേറെ ഒരു ത്വരീഖത്തില്ല. ഖാദിരിയ ത്വരീഖത്തില്ല, നഖ്ശബന്ദിയ ത്വരീഖത്തില്ല, ശാദുലി ത്വരീഖത്തില്ല, ചിസ്തിയ ത്വരീഖത്തില്ല, ഒരു ത്വരീഖത്തുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ത്വരീഖത്തേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയുടെ ത്വരീഖത്താണ്. ആ ത്വരീഖത്തിൽ എന്തൊക്കെ പ്രാർത്ഥനകൾ, ആ ത്വരീഖത്തിൽ എന്തൊക്കെ ദിക്റുകൾ, ആ ത്വരീഖത്തിൽ എന്തൊക്കെ ആരാധനകൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അത് പറഞ്ഞതുപോലെ ചെയ്യണം. അതിനപ്പുറത്തേക്ക് പോയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനപ്പുറത്തേക്ക് പോകലാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, സൂഫികൾ ചെയ്യുന്ന ഈ ആരാധനകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴെങ്കിലും സ്വഹാബിമാരെ ഒരുമിച്ച് കൂട്ടി നമുക്കൊരു പാട്ട് പാടി മജ്ലിസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു പാട്ട് മജ്ലിസ് ഉണ്ടാക്കിയതായി എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നായി ഈ പാട്ട് കടന്നു വന്നത്? പിന്നെ എവിടെ നിന്നായി ഈ ഡാൻസ് കടന്നു വന്നത്? അതിനും അപ്പുറമുള്ള വിശ്വാസങ്ങൾ എവിടെ നിന്നായി ആളുകൾക്ക് കടന്നു വന്നത്? നോക്കൂ നിങ്ങൾ, ഈ ത്വരീഖത്തിന്റെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ജീലാനി ത്വരീഖത്താണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഈ ജീലാനി ത്വരീഖത്തിന്റെ ആളുകളൊക്കെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് ഗൗസുൽ ആളം എന്നാണ്, അല്ലേ? എല്ലാ ത്വരീഖത്തിന്റെയും, ഈ ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകൾ മുഴുവൻ, അത് ആലുവ സുൽത്താനായാലും ഇനി കുരുവട്ടൂര സുൽത്താനായാലും ഏത് സുൽത്താൻമാരായാലും അവരൊക്കെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് ഗൗസുൽ ആളം എന്നാണ്. എന്താ ഗൗസുൽ ആളം എന്ന് പറഞ്ഞ അർത്ഥം? ഏറ്റവും വലിയ സഹായം, ഏറ്റവും വലിയ സഹായം. ആരാ മുഹീദ്ദീൻ ശൈഖിന് അങ്ങനെ ഒരു പേര് നൽകിയത്? ആരാ മുഹീദ്ദീൻ ശൈഖിനെ ഏറ്റവും വലിയ സഹായിയായി പരിചയപ്പെടുത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിളിച്ചു തേടുന്നതിന് പകരം യാ സയ്യിദി സനദി, യാ സയ്യിദി സനദി ഗൗസി വ യാ മദദി എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടിക്കൊണ്ടല്ലാതെ ഇത്തരം ആളുകൾ പ്രസംഗങ്ങൾ തുടങ്ങാറുണ്ടോ? ഇത്തരം ആളുകളുടെ മജ്ലിസുകൾ ആരംഭിക്കാറുണ്ടോ? ആരെയാ വിളിക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വ യാ മദദി. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ സഹായമാകുന്നു അങ്ങ്, എനിക്ക് സഹായമായിട്ടുള്ളത് അങ്ങാണ്, എനിക്ക് അവലംബമായിട്ടുള്ളത് അങ്ങാണ് എന്ന് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നത്. ആരാ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞോ? പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ, ഇങ്ങനെ എനിക്ക് ശേഷം ഒരു ശൈഖ് വരാനുണ്ട്, നിങ്ങളുടെ ഗൗസാണത്, നിങ്ങളുടെ മദദാണത് എന്ന്? പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞോ, നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ അല്ലെങ്കിൽ അതുപോലെയുള്ള ശൈഖുമാരെ, പണ്ഡിതന്മാരെ, ഇമാമുകളെ, നേതാക്കന്മാരെ നിങ്ങളുടെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ വിളിച്ചു തേടിക്കൊള്ളുക എന്ന് അള്ളാഹു പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. അള്ളാഹു പറഞ്ഞത് അവനെ വിളിച്ചു തേടാനാണ്. അടിസ്ഥാനപരമായി സൂഫിസവും അതേപോലെ തന്നെ ഈ ത്വരീഖത്തുകളും ഇസ്ലാമിൽ നിന്ന് വിരുദ്ധമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലാക്കുന്നിടത്ത് ഈ ആളുകൾക്ക് അബദ്ധം പറ്റി എന്നാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഉള്ളവനാണ് അല്ലാഹ്. തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, എല്ലാറ്റിലും ഉള്ളവനാണ് അല്ലാഹ്. ആദി ഒളിവായി, അത് താൻ വെളിവായി, അവസാനം മക്കത്ത് അത് തന്നെ വെളിവായി എന്ന് പറയുന്ന ത്വരീഖത്തിന്റെ രീതി. ആദ്യത്തെ പ്രകാശം അത് അല്ലാഹ്, അത് തന്നെയാണ് അല്ലാഹ്. ആ പ്രകാശം തന്നെയാണ് പിന്നെ മക്കത്ത് വന്നുദിച്ച മുഹമ്മദ് നബി. ആ അല്ലാഹു തന്നെയാണ് നബി, ആ അല്ലാഹു തന്നെയാണ് ഇന്ന് ലോകത്ത് കാണുന്നതൊക്കെ എന്ന് പറയുന്ന ഈ ഏറ്റവും തെറ്റായ വിശ്വാസം ത്വരീഖത്തിന്റെ, സൂഫിസത്തിന്റെ ആളുകൾ വെച്ച് പുലർത്തുന്നു. അവിടുന്ന് തുടങ്ങാണ് പിഴവ്. എന്നിട്ട് ആ അല്ലാഹുവിനെ അറിയുന്നതിന് പകരം, ആ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിന് പകരം, ആ അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നതിന് പകരം ശൈഖുമാരെയും ബീവിമാരെയും തങ്ങന്മാരെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ സ്വന്ന ബൈത്തി എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദ്യം എന്താ അതിലുള്ളത്? വഅംരി അംറുല്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബിഅംരില്ലാഹി ഫഹ്കും ബിഖുദ്റതി. മുഹീദ്ദീൻ ശൈഖിന്റെ പേര് പറയാൻ എന്ത്? വഅംരി അംറുല്ലാഹ്, എന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പനയാണ്. എന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇൻ ഖുൽതു കുൻ യകുൻ, അള്ളാന്റെ പ്രത്യേകതയായിട്ടാ നമ്മൾ പഠിച്ചത് എന്ത്? കുൻ ഫയകൂൻ. അല്ലാഹ് കുൻ പറഞ്ഞാൽ അതുണ്ടാകും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയാ. എന്നാൽ ഇവിടെ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി, മുഹീദ്ദീൻ ശൈഖിന്റെ ഈ ത്വരീഖത്തിന്റെ മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നു
മുഹീദ്ദീൻ ശൈഖ് ഇൻ ഖുൽതു കുൻ യകുൻ, ഞാൻ കുന്ന് പറഞ്ഞാൽ അപ്പോൾ അതുണ്ടാവും. ഈ വിശ്വാസമില്ലാത്ത ത്വരീഖത്തിന്റെ ആളുകളുണ്ടോ? ഖാദിരിയ ത്വരീഖത്തിന്റെ ആളാകണമെങ്കിൽ, ഖാദിരിയ ത്വരീഖത്തിന്റെ മുരീദാകണമെങ്കിൽ, ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാകണമെങ്കിൽ, ഖാദിരിയ ത്വരീഖത്തിൽ അംഗമാകണമെങ്കിൽ ഇത് ശരിയാണെന്ന് വിശ്വസിക്കണം. മാത്രമല്ല എല്ലാ കാര്യങ്ങളും എന്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത്. തീർന്നില്ല. വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശ വൽ കുർസിയ ഫീ തയ്യി ഖബ്ലതി. ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. ആകാശത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അർശ് ഞാൻ കണ്ടിട്ടുണ്ട്, അതേപോലെ കുർസി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്റെ പിടുത്തത്തിലാണ് എന്നാണ്. ഈ ആകാശത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, അതൊക്കെ എന്റെ നിയന്ത്രണത്തിലാണ് എന്നുകൂടി മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നു. അദ്വൈതവാദമല്ലേ ഇത്? കാരണം അല്ലാഹ് തന്നെയാ മുഹീദ്ദീൻ ശൈഖ്, അല്ലാഹ് തന്നെയാ മുഹീദ്ദീൻ ശൈഖ്, മുഹീദ്ദീൻ ശൈഖ് തന്നെയാണ് അല്ലാഹ്, രണ്ടും രണ്ടല്ല എന്ന് പറയുന്ന ഈ വിശ്വാസം തീർന്നില്ല. തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഉഈനുക ഫിൽ അശ്യാഇ തുറം ബിഹിമ്മതി. ഇത് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല കേട്ടോ. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന പേരിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പദ്യങ്ങളാ. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല, മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല. മുഹീദ്ദീൻ ശൈഖ് ഒരിക്കലും അത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയ ആളുമല്ല. ഇത് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മളെ നാട്ടിലെ കോഴിക്കോട്ട് ഖാദിയായിരുന്ന ഖാദി മുഹമ്മദ് മുഹീദ്ദീൻ മാല എഴുതി ഉണ്ടാക്കിയതുപോലെ വേറൊരാൾ എഴുതി ഉണ്ടാക്കിയതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ. എന്നിട്ട് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഏതുവരെ ഉണ്ട് എന്നറിയോ മുഹീദ്ദീൻ ശൈഖിന്റെ കഴിവ്? ഇതിൽ തന്നെ പറയാണ്, വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖൻ, വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖൻ ലഅഗ്ലഖ്തു ബുനിയാനൽ ജഹീമി ബിഇൽബതി. അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്ത്? സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ നരകത്തില് പാപികളായ ആളുകളെ ശിക്ഷിക്കാനാണ് ഈ നരകം എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവും റസൂലും തമ്മിൽ അങ്ങനെ ഒരു കരാർ ഇല്ലായിരുന്നുവെങ്കിൽ, ലഅഗ്ലഖ്തു ബുനിയാനൽ ജഹീമി ബിഇൽമതി, എന്റെ മഹത്വം കൊണ്ട് ആ നരകത്തെ തന്നെ ഞാൻ പൂട്ടിക്കളയുമായിരുന്നു. അപ്പൊ ആരാ മേലെ? അള്ളാഹ്ക്ക് ഇതറിയില്ല ഇങ്ങനെ ഒരാൾ വരാനുണ്ട്, സ്വർഗത്തിനെ ആ നരകം പൂട്ടാൻ മാത്രം പവറുള്ള ഒരാൾ വേറെ വരാനുണ്ട് എന്ന് അള്ളാഹ്ക്ക് മനസ്സിലായിരുന്നില്ല. ഞാനത് പൂട്ടിക്കളയുമായിരുന്നു. വലൗ അന്നനി അൽഖൈതു സിർരി ഇലാ അല്ലാഹ് ലൗ ഖമീദത്തിൻ നീറാനു മിൻ അലമി സുൽത്താനി എന്നുകൂടി പറയുന്നത് കാണാം. ഞാൻ എന്റെ സിറിനെ എങ്ങാൻ നരകത്തിലേക്കിട്ടാൽ, ത്വരീഖത്തിന്റെ ക്ലാസ്സിലൊക്കെ പോയ ആളുകൾക്ക് പരിചയമുണ്ടാകും സിർ എന്ന പദം. ഔലിയാക്കന്മാർക്ക് സിറുണ്ട് എന്നാണ്, മഹാന്മാർക്കൊരു സിറുണ്ട് എന്നാണ്. ആ സിറ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ സിറാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ ഔലിയാക്കൾക്ക് കഴിവ് നൽകുന്നത് എന്നാണ്. വലിയ കാര്യത്തിൽ ഈ മജ്ലിസുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഔലിയാക്കന്മാരുടെ സിറ് എന്ന് പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളം കെട്ടി പറയുകയാണ്. എന്ത്? വലൗ അന്നനി അൽഖൈതു സിർരി ഇലാ അല്ലാഹ് ലൗ ഖമിദത്തിൻ നീറാനു മിൻ അലമി സുൽത്താനി, ഞാൻ എന്റെ സിറിനെ എങ്ങാൻ നരകത്തിലേക്കിട്ടാൽ, എന്റെ സിറിനെ എങ്ങാൻ ഞാൻ നരകത്തിലേക്കിട്ടാൽ, ലൗ ഖമിദത്തിൻ നീറാനു മിൻ അലമി സുൽത്താനി, എന്റെ സുൽത്താനിയത്ത് കൊണ്ട്, എന്റെ ഈ പദവിയുടെ ഗാംഭീര്യം കൊണ്ട്, എന്റെ അധികാരത്തിന്റെ ശക്തി കൊണ്ട് ആ നരകം കെട്ടുപോകുമായിരുന്നു. ആരാ മേലെ? ആരാണ് മേലെ? അല്ലാഹു ആണോ അതല്ല മുഹീദ്ദീൻ ശൈഖാണോ? ആരാണ് മേലെ നിൽക്കുന്നത്? ഇനി അല്ല അല്ലാഹുവും മുഹീദ്ദീൻ ശൈഖും രണ്ടാണോ? ഇനി അതല്ല അല്ലാഹുവും മുഹീദ്ദീൻ ശൈഖും ഒന്ന് തന്നെയാണോ? നോക്കൂ നിങ്ങൾ, വീണ്ടും കാണാം. അന കുന്തു ഫിൽ ഉൽയാ ബിനൂരി മുഹമ്മദി, അന കുന്തു ഫിൽ ഉൽയാ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈൻ ഇജ്തിമാഅൽ അഹിബ്ബതി. ഞാന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പടച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ സൂഫിയാക്കളുടെയും എല്ലാ ത്വരീഖത്തിന്റെ ആളുകളുടെയും വിശ്വാസം എന്താ? അള്ളാഹ് ആദ്യം പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാ. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് മലക്കുകളെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു, ജിന്നുകളെ തീ കൊണ്ട് സൃഷ്ടിച്ചു, മനുഷ്യന്മാരെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് അതാണ്. അല്ലാതെ എന്നെ പ്രത്യേകമായി നൂറ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഈ ഒരു വിശ്വാസത്തിന്റെ മുകളിലാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന വലിയൊരു ചർച്ച, മുടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്താ നിങ്ങൾ കേട്ടിട്ടില്ലേ? കാന്തപുരം ബോംബെയിൽ പോയി മുടി വാങ്ങിക്കൊണ്ടുവന്നു. ഇ കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു അത് അള്ളാന്റെ റസൂലിന്റെ മുടിയല്ല. എന്താ പരിശോധിക്കാനുള്ള വഴിയായി അവർ പറയുന്നത്? ഒന്നുകിൽ ടോർച്ച് അടിച്ച് നോക്കുക, നിഴലുണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ അത് കത്തിച്ച് നോക്കുക. ഇത് രണ്ടാ പരിഹാരം. കത്തൂലാന്ന് കണ്ടാൽ അപ്പ റസൂലിന്റെ മുടിയാന്ന് ഉറപ്പിക്കാം, നിഴലില്ല എന്ന് കണ്ടാൽ അപ്പ റസൂലിന്റെ മുടിയാന്ന് ഉറപ്പിക്കാം. എന്താ ഇത് പറയാൻ കാരണം? ഈ നൂറ് കൊണ്ടാണത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയത്. അതാ പണ്ട് ചിലരൊക്കെ പ്രസംഗിക്കുമ്പോ പറയൽ എന്ത്, നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായിരുന്ന അബൂബക്കർ. അങ്ങനല്ലേ ചിലര് പറഞ്ഞത്? നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടായിരുന്നു എന്നതിന്റെ ഹദീസുകൾ ഒരു കാലത്ത് മുജാഹിദുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞപ്പോ ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാരൊക്കെ എന്താ പറഞ്ഞത്? ഉസ്താദുമാരൊക്കെ സാധാരണക്കാരോട് പറഞ്ഞത് എന്താ? കണ്ടില്ലേ, നബീനെ വെറും സാധാരണ മനുഷ്യനാക്കി മുജാഹിദീങ്ങള്. നബിയെ വെറും സാധാരണ മനുഷ്യനാക്കി, നിഴലുണ്ടെന്നാക്കി. ഇപ്പൊ മുടി വിവാദം വന്നപ്പോ എന്തുണ്ടായി? സാക്ഷാൽ പേരോട് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അന്ന് മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഏതൊക്കെ ഹദീസുകളാണോ ഉദ്ധരിച്ചത്, ആ ഹദീസുകളൊക്കെ ഉദ്ധരിച്ച് പേരോട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടാകാനും സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതങ്ങനെയാണ്. പേരോടിനെ പറ്റി സാധാരണ നമ്മൾ ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം പറയാറുണ്ട്, പേരോട് ഒരു കാര്യവും നേർക്ക് നേരെ പറയില്ല. 4 കാലുള്ള, ഒരു വാലുള്ള, തലയിൽ 2 കൊമ്പുള്ള, രാവിലെ ചായകളിൽ ഒഴിക്കാൻ വേണ്ടി നാം ഒരു വെളുത്ത ദ്രാവകം കറന്നെടുക്കുന്ന വലിയൊരു ജീവി എന്നേ പേരോട് പറയുള്ളൂ, പശു എന്ന് പറയില്ല എന്നാണ്. ഇതുപോലെ പേരോട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലുണ്ടാകാം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് നിഴലില്ല എന്നുമല്ല അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലില്ല എന്നുമല്ല അർത്ഥം. എന്ത് മനസ്സിലായി? നിഴലുണ്ട് എന്നോ നിഴലില്ല എന്നോ ഒന്നും മനസ്സിലാവില്ല. അതാണ് പേരോടിന്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് വെല്ലുവിളി സ്വീകരിച്ച് ഈ മർക്കസിൽ കൊണ്ടുപോയ വെച്ച മുടിയുടെ നേല് പരിശോധിച്ചാലോ നേലുണ്ടാവും ഉറപ്പാ. കാരണം ബോംബെയിൽ നിന്ന് വാങ്ങിയ മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളയാൻ ബോംബെയിൽ വന്നിട്ടില്ലല്ലോ. ബോംബെയിലാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ മുടി ഏതാണ്ടുള്ളത് എന്ന നിലക്കാണ് ഇപ്പോൾ ആളുകൾ അയാൾ വലിയ ശൈഖാണ്, ജാലിയ വാല എന്ന് പറയുന്നത് വലിയ ശൈഖാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. കാന്തപുരം പോലും മുടി വാങ്ങാനേ അയാൾ ഒപ്പം കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ അയാളെ വലിയ ശൈഖായി കൊണ്ട് നടക്കുന്നത് കുരുവട്ടൂരിലെ ഹക്കീം സക്കാഫിയും അദ്ദേഹത്തിന്റെ മുരീദായ നൗഷാദ് ഹസനുമാണ്. അവരാണ് കേരളത്തിലൊക്കെ കൊണ്ടുവന്ന് വലിയ ബർക്കത്താക്കപ്പെട്ട കൈയൊക്കെ പിടിച്ച് മുത്തണ്ട ജാതി ശൈഖാണ് എന്ന് പറഞ്ഞത്. നിസ്കരിക്കാറില്ല എന്ന് അവിടെ പോയി സന്ദർശിച്ച ആളുകൾ പറഞ്ഞു. വെള്ളിയാഴ്ച അയാൾ പള്ളിയിൽ പോകാറില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെ നിസ്കാരത്തിന് പോലും പോകാത്ത, നിസ്കാരം പോലും നിർവഹിക്കാത്ത ഇയാളുടെ കയ്യിലാണത്രേ റസൂലിന്റെ മുടി മുഴുവനുള്ളത്. അവിടുന്ന് വാങ്ങിയ മുടിയ ടോർച്ച് കത്തിച്ചാലോ നേല് കാണും. അപ്പോ ഇത് പൊളിയൂലേ, റസൂലിന്റെ മുടിയല്ല എന്ന് പറയേണ്ടി വരൂലേ? അത് പറയുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാ പേരോട് പറഞ്ഞത് എന്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ചിലപ്പം നിഴലുണ്ടാവും. അപ്പൊ ഒരാൾ വന്ന് ടോർച്ച് അടിച്ചു നോക്കിയിട്ട് നേല് കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ, ചിലപ്പം നേലുണ്ടാവും. അപ്പൊ പിന്നെ നേലില്ലാത്തത് എപ്പോഴാ? നമ്മൾ ടോർച്ച് അടിച്ചിട്ട് എപ്പോഴാണോ നേല് കാണാത്തത് അപ്പൊ നേലുണ്ടാവില്ല. അല്ലെ, ഇപ്പൊ നേലില്ലാത്ത സമയം വേറെ തന്നെ കാണാൻ കഴിയില്ലല്ലോ. ഖിയാമത്ത് നാൾ വരെ അവിടെ ഒരാൾ ഇരുന്നാൽ അപ്പോഴൊക്കെ നേലുണ്ടാവും. പിന്നിതെന്ത് ചെയ്യണം? കത്തിച്ച് നോക്കലാണ്. അപ്പൊ ഇത് കത്തിച്ചാ കത്തൂല എന്നാണ് കാന്തപുരം പറഞ്ഞത്. അതാണ് ഇവിടെയുള്ള ആളുകളെയൊക്കെ വിശ്വസിപ്പിച്ചത്. പക്ഷേ ഒരു തർക്കം വന്ന് കത്തിക്കേണ്ടി വന്നാലോ ആരെങ്കിലും അത് കത്തിക്കാമെന്ന് പറഞ്ഞാലോ അപ്പൊ രക്ഷപ്പെടണം. അതിന് പേരോടെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തിച്ചാൽ കത്തില്ല എന്ന് കിതാബിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തിച്ചാ കത്തൂല എന്ന് കിതാബിലില്ല. കിതാബുകളിലുള്ളത് എന്താ? തീയിൽ വീണാ കത്തൂല എന്നാണ്, ഇട്ടാ കത്തൂല എന്നില്ല. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തീയിൽ വീണാ കത്തൂല എന്നാ കിതാബിലുള്ളത്, ഇട്ടാ കത്തൂല എന്ന് കിതാബിലില്ല. കത്തിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഇടുന്നതിന് സമാണ്. അപ്പൊ ചിലപ്പോ കത്തിപ്പോകും. നോക്കണം. ഇതൊക്കെ ഈ നൂറുമായി ബന്ധപ്പെട്ട ചർച്ചന്റെ മുകളിലുണ്ടായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യം പടച്ചത് എന്ന ഒരു കള്ളക്കഥ ഈ സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചു. അള്ളാഹു പറഞ്ഞില്ല, അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞില്ല. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് അല്ലാഹ് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? പറഞ്ഞില്ല. ഈ നൂറ്, ഈ നൂറാനിയത്ത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് വിശ്വസിക്കുന്ന, അതാണ് ആദ്യം പടച്ചത് എന്ന് വിശ്വസിക്കുന്നു ഈ ത്വരീഖത്തിന്റെ ആളുകൾ. എന്നിട്ട് ആ ത്വരീഖത്തിന്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായി പരിചയപ്പെടുത്തുന്ന മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. എന്ത്? അനകുന്തു ഫിൽ ഉല്യാ ബിനൂരി മുഹമ്മദി. മുഹമ്മദ് നബിയുടെ നൂറുണ്ടായപ്പോ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയത് റസൂലിന്റെ നൂറ്. അപ്പൊ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ നൂറിന്റെയും മുമ്പേ ആരുണ്ട്? മുഹീദ്ദീൻ ശൈഖ് ഉണ്ട്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് ആരാ? ആദ്യത്തെ സൃഷ്ടി അള്ളാഹിന്റെ റസൂലിന്റെ പ്രകാശം. ആ സൃഷ്ടിക്കുന്ന സമയത്ത് മുഹീദ്ദീൻ ശൈഖ് എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ചത് ആരെ? വെറുതെ ആരെങ്കിലും വന്ന് ഒരു പച്ച പുതപ്പ് ഒരു വലിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കുറെ ദിക്റും സലാത്തുമായിട്ട് വന്നിട്ട് ഇതാണ് ത്വരീഖത്ത്, ഇതാണ് സുൽത്താൻ, ഇതാണ് ശൈഖ് എന്ന് പറയുമ്പോ തക്ബീർ ചൊല്ലി അവരോടൊപ്പം കൂടേണ്ടവരല്ല മുസ്ലിങ്ങൾ. പരിശോധിക്കണം. നമ്മൾ പരലോകത്തിന്റെ കാര്യമായത്. ഇതൊക്കെ വിശ്വസിക്കുന്നവനാണ്. ഇതൊക്കെയാണ് ഈ ആളുകളുടെ വിശ്വാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വിശ്വസിക്കുന്ന ആളുകളോടൊപ്പം കൂടി ആ വിശ്വാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അതാണ് ശൈഖെന്ന്, അതാണ് ത്വരീഖത്തെന്ന്, അതാണ് സൂഫിയത്തെന്ന്, അതാണ് നേതാവെന്ന്, അതാണ് ശൈഖെന്ന്, ഞങ്ങളൊക്കെ മുരീദുകളാണെന്ന്, അതൊക്കെ മുറബ്ബിയായ ശൈഖാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അവരുടെ പിന്നാലെ പോകുന്ന ആളുകൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊന്നും വിശ്വസിക്കാത്തവനെ പള്ളിയിലെ കാലിയാക്കാൻ പറ്റൂല, ഖതീബാക്കാൻ പറ്റൂല, മുക്രിയാക്കാൻ പറ്റൂല എന്ന് തീരുമാനിച്ച സംഘടനകളുണ്ട് ഈ കേരളത്തിൽ. ഇതൊക്കെ ശരിയാന്ന് അംഗീകരിക്കണം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് ആ നൂറ് ഉണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് മുഹീദ്ദീൻ ശൈഖ് എവിടെയുണ്ട്? തീർന്നോ? ഇല്ല. വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഅൽ അഹിബ്ബതി. മിറാജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശ ലോകങ്ങളിൽ സഞ്ചരിച്ചപ്പോ അവിടെയും ഞാനുണ്ട്. അല്ലാഹുവുമായി സംസാരിച്ച സമയം, ആ സമയത്ത് അവിടെ ഞാനുണ്ട്. അപ്പോ മൊയ്തീൻ ശൈഖ് അങ്ങനെ വരികയാണ്. അപ്പോഴൊക്കെ ഉണ്ട്. അപ്പോഴുള്ള ആരാ? അള്ളേൻ റസൂലാന്നാ അള്ളാഹ് പറഞ്ഞത്, അതാ റസൂല് പഠിപ്പിച്ചത്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നത്രേ? മൊയ്തീൻ ശൈഖ് ഉണ്ടായിരുന്നത്രേ. അപ്പൊ മൊയ്തീൻ ശൈഖ് വേറെയാണോ? അല്ല, അള്ളാഹ് തന്നെയാണ് മൊയ്തീൻ ശൈഖ് എന്ന് പറയുന്നത്. തീർന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുമ്പോ പറയുന്നു, അനാ കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി.
നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തി. അത് അംഗീകരിക്കാതെ വന്നപ്പോൾ പ്രളയമുണ്ടായി. ആ പ്രളയത്തിന്റെ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പറയാണെന്ത്, അന കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ആര്? മൊയ്തീൻ ശൈഖ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാ മൊയ്തീൻ ശൈഖ് ജനിച്ചത്? പിന്നെ എപ്പോഴാ മൊയ്തീൻ ശൈഖ് സൃഷ്ടിക്കപ്പെട്ടത്? തീർന്നില്ല. ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ആ കടൽ പ്രളയം പോലെ, കടൽ പോലെയുള്ള പ്രളയത്തിൽ എന്റെ ഉള്ളംകൈയുടെ ഖുദ്റത്ത് കൊണ്ടാണ് നൂഹ് നബിയുടെ കപ്പൽ രക്ഷപ്പെട്ടത്. അതൊക്കെ റൂഹിനെ പറ്റിയാണ്, അതൊക്കെ വേറെന്തിനെങ്കിലും പറ്റിയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ഒരാൾക്കും കഴിയാത്ത വിധത്തിൽ പറയുന്നു. എന്റെ ഉള്ളംകൈയുടെ ഖുദ്റത്ത് കൊണ്ടാണ് നൂഹ് നബിയുടെ കപ്പൽ മുന്നോട്ട് പോയത്. വകുന്തു വഇബ്രാഹീമു മുൽഖൻ ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അന്നത്തെ ഭരണാധികാരികളും നാട്ടുകാരും കൂടി തീയിലേക്ക് എറിഞ്ഞല്ലോ. ആ സംഭവത്തെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ ഇബ്രാഹിമിന് തണുപ്പാവുക എന്ന് നാം പറഞ്ഞു എന്നാണ്. ഇബ്രാഹിമിന് രക്ഷയാവുക എന്ന് നാം പറഞ്ഞു എന്നാ അല്ലാഹ് പറയുന്നത്. എന്നാൽ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നു, അല്ല, അല്ലാഹ് അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്താ കാരണം? വകുന്തു വഇബ്രാഹീമു മുൽഖൻ ബിനാരിഹി. ഇബ്രാഹിം തീയിലെറിയപ്പെട്ടപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഇബ്രാഹിമിന്റെ കൂടെ. എന്നിട്ടോ ഞാൻ അള്ളാഹിനോട് പറഞ്ഞതാണ്, പടച്ചോനെ ഇബ്രാഹിമിന്റെ തീയൊന്ന് തണുപ്പായി കൊടുക്കണേ. അപ്പോഴാ അള്ളാഹ് തണുപ്പായി കൊടുത്തത്. അന്നുണ്ട്, തീർന്നില്ല. അന കുന്തു മഅ യഖൂബ ഫീ ഗശ്വി ഐനിഹി വമാ ബാരിയത ഐനാഹു ഇല്ലാ ബിതഫ്ലതി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ. ഈ കണ്ണിന്റെ കാഴ്ച പോയപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അല്ലാഹ് എന്താ പറഞ്ഞത്? യൂസുഫ് നബിയുടെ കുപ്പായ മുഖത്തേക്കിട്ടപ്പോ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന്. എന്നാ ഈ ത്വരീഖത്തുകാരെന്താ പറയുന്നത്? ഈ സുൽത്താന്മാരുടെ വിശ്വാസം എന്താ? നമ്മൾ ശൈഖ്മാരി എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം എന്താ? അവരംഗീകരിക്കുന്ന, അവർ പറയുന്ന കാര്യം എന്താ? അനകുന്തു മഅ യഖൂബ ഫീ ഗശ്വി ഐനിഹി വമാ ബാരിയത് ബൽവാഹു ഇല്ലാ ബിതഫ്ലതി. എന്റെ തുപ്പല് വരട്ടി കൊടുത്തതാണ് ഞാൻ. മൊയ്തീൻ ശൈഖിന്റെ തുപ്പല് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിൽ പുരട്ടി കൊടുത്തു. അപ്പോഴാണ് അത്രേ കാഴ്ച തിരിച്ചു കിട്ടിയത്. വകുന്തു വമൂസാ ഫീ മുനാജാതി റബ്ബിഹി വമൂസാ അസാഹു മിൻ അസായസ്തമദ്ദതി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനെ കാണാൻ പോയല്ലോ. ആ സമയത്ത് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? വമാ തിൽക ബിയമീനിക യാ മൂസാ ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. എന്താ മൂസാ നിന്റെ വലത്തെ കയ്യില്? പടച്ചോനെ, അതെന്റെ വടിയാ, അതെന്റെ വടിയാൻ. എന്തിന്? ഞാനത് കുത്തിപ്പിടിക്കുന്നു, എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വഴിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നു, വേറെയും ചില ആവശ്യങ്ങൾ ആ വടി കൊണ്ട് എനിക്കുണ്ട് എന്ന് മൂസാ നബി പറഞ്ഞ വടിയുണ്ടല്ലോ. അത് ഞാൻ എന്റെ വടിയിൽ നിന്ന് മുറിച്ചു കൊടുത്ത വടിയാണ്. അള്ളാഹ് ഇതിനെ പറ്റി മിണ്ടാഞ്ഞിട്ടാ. മൊയ്തീൻ ശൈഖിന്റെ ഒരു വടി ഉണ്ടായിരുന്നു. മൂസാ നബി പോകുമ്പോ മൂസാ ഇതാ ഈ വടി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് മൊയ്തീൻ ശൈഖ് മുറിച്ചു കൊടുത്തതായിരുന്നു എത്രയാ വടി. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഇത് അംഗീകരിക്കണോ വേണ്ടേ എന്നതാ ചോദ്യം. ഇത് അംഗീകരിക്കണോ വേണ്ടേ എന്നതാ ചോദ്യം. ഏതെങ്കിലും ഒരാളുടെ പിന്നാലെ സിന്ദാബാദ് വിളിച്ച്
അയാള് സുൽത്താനാണ്, അയാളുടെ ത്വരീഖത്ത്, അയാളെ ഷെയ്ഖാണ്, അയാള് മുറബിയാണ്, ഷെയ്ഖാണ്, അയാള് കുതുബാണ്, കുതുബുൽ ആലമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകുന്നതിന് മുമ്പ് ആലോചിക്കുക, ഈ വിശ്വാസം ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റുമോ? തീർന്നില്ല, വീണ്ടും പറയാണ്, അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖത്ത് ത്വരീഖതി. ഞാൻ ആരാന്നറിയോ? അനൽ വാഹിദുൽ ഫർദുൽ കബീർ. ഞാനാണ് വാഹിദ്, ഞാനാണ് ഫർദ്, ഞാനാണ് കബീർ. ഇതൊക്കെ ഞാനാണ്. വിശേഷിപ്പിക്കുന്നവനും വിശേഷിപ്പിക്കപ്പെടുന്നവനും ഞാനാണ്. വിശേഷിപ്പിക്കുന്നവൻ ഞാൻ, വിശേഷിപ്പിക്കപ്പെടുന്നവൻ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ, അദ്വൈത സിദ്ധാന്തത്തിന്റെ എല്ലാം ഒന്നാണ്. ഒരു പടച്ചോൻ വേറൊരു പടച്ചോനെ തിന്നുന്നു എന്ന് പറയുന്ന, പത്തിരി തിന്നുമ്പോ പറയുന്ന അതേ വാചകം ഇതാ ഒക്കെ ഞാൻ തന്നെയാണ്. ഈ പറയുന്നവനും ഞാനാണ്, പറയപ്പെടുന്നവനും ഞാനാണ്, വിശേഷിപ്പിക്കുന്നവനും ഞാനാണ്, വിശേഷിപ്പിക്കപ്പെടുന്നവനും ഞാനാണ്, ഏകൻ ഞാനാണ്, ഫർദ് ഞാനാണ്, കബീർ ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ ഒരു പ്രത്യേകമായ പദവിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ടോ അങ്ങനെ പദവികൾ ഉണ്ടാക്കി. ഗൗസ്, ഖുതുബ്, അബ്ദാല് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് പദവികൾ ഈ ആളുകൾ സൃഷ്ടിച്ചു. എവിടെ നിന്നാ ഈ പദവികൾ കിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൗസ്. ആരാ ഈ പദവി കൊടുത്തത്? ഗൗസുൽ ആലമാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന പദവി ആര് കൊടുത്തു? അല്ലാഹ് കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂലായ അസ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ ഒരു പദവി അല്ലാഹു കൊടുത്തിട്ടില്ല. അല്ലാഹ് പറഞ്ഞോ മുഹമ്മദ് നബി ഗൗസാണ് എന്ന്? എല്ലാവരും സഹായം കിട്ടാൻ വേണ്ടി മുഹമ്മദ് നബിയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞതെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഈ അർത്ഥത്തിൽ പോലും ചില ആളുകൾ തട്ടിപ്പാക്കി, എന്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന രൂപത്തിലാക്കി. എന്താ അല്ലാഹ് പറഞ്ഞത്? ഇയ്യാക, നിന്നെ മാത്രമാണ്, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നത്, വ ഇയ്യാക, നിന്നെ മാത്രമാണ്, നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇങ്ങനെ അള്ളാഹിനോട് മാത്രം തേടേണ്ട ഒരു കാര്യം എങ്ങനെയാണ് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടുക? ആ മുഹീദ്ദീൻ ശൈഖിന് ചില പ്രത്യേക പദവി കൊടുത്താലല്ലേ അങ്ങനെ കഴിയുള്ളൂ. ഉദാഹരണം നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്? എന്താ അയാളുടെ വിശ്വാസം? മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്നൊരാൾ പറയണമെങ്കിൽ, ഇനി അല്ലെങ്കിൽ യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് ചൊല്ലണമെങ്കിൽ, മുഹീദ്ദീൻ മാലയിലോ മുഹീദ്ദീൻ റാത്തീബിലോ ഒക്കെ അത്തരം പദങ്ങൾ ഉപയോഗിച്ച് ശൈഖിനെ വിളിക്കണമെങ്കിൽ അവന്റെ വിശ്വാസം എന്താണ്? ഒന്ന്, ഞാൻ വിളിക്കുന്നത് ശൈഖ് കേൾക്കും, ഞാൻ പറയുന്നത് ശൈഖ് അറിയും, ഈ ശൈഖിന് എന്നെ സഹായിക്കാൻ കഴിയും. അല്ലേ? മൊയ്തീൻ ശൈഖെ കാക്കണേ എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മൊയ്തീൻ ശൈഖ് കേൾക്കും, അറിയും, എന്നെ സഹായിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്ക് രോഗം, മൊയ്തീൻ ശൈഖിൻ്റെ ആണ്ടിന് ഒരു കോഴിയെ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞ്, മൊയ്തീൻ ശൈഖെ ഇതാ കോഴിയെ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റണേ എന്ന് ഈ കൊണ്ടോട്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ, ഈ മുതുപറമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ മൊയ്തീൻ ശൈഖ് അത് കേൾക്കും, അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹീദ്ദീൻ ശൈഖ് അങ്ങാടിയിൽ വന്നു എന്ന് വിചാരിക്കുക. മുഹീദ്ദീൻ ശൈഖിനോട് നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയോ? വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കുന്നോ എന്ന് ചോദിക്കാൻ കഴിയും. അല്ലാതെ മലയാളത്തിൽ നമ്മൾ ശൈഖേ നിങ്ങൾക്ക് ചായ വേണോ എന്ന് ചോദിച്ചാൽ ശൈഖിന് മനസ്സിലാവോ? ഇല്ല. എല്ലാവരും പറയും ഇല്ല. മനസ്സിലാവോ? ഇല്ല. അറിയോ? ഇല്ല. കാരണം മുഹീദ്ദീൻ ശൈഖിന് മലയാളം അന്ന് അറിയില്ല. മുഹീദ്ദീൻ ശൈഖിന് മലയാളം അറിയില്ല. മലയാളം അറിയാത്ത മുഹീദ്ദീൻ ശൈഖിനോട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ അങ്ങാടിയിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അറബി അറിയുന്ന, മലയാളം അറിയുന്ന മറ്റൊരാൾ ഉണ്ടാകണം, ദ്വിഭാഷി ഉണ്ടാകണം.
എന്നാലേ ഞാൻ വല്ലതും പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖിന് മനസ്സിലാവൂ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമേ, മുഹീദ്ദീൻ ശൈഖ് മരിക്കുന്നതോടുകൂടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കും എന്ന് പറയുന്ന വിശ്വാസം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? ആലോചിച്ച് നോക്കണ്ടേ നമ്മൾ? ആരാ ഇത് പറഞ്ഞു തന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാവുന്ന ഭാഷയ്ക്ക് പുറമെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഷയും മരിക്കുന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയും എന്ന് പഠിപ്പിച്ചു തന്നതാരാ? അള്ളാഹു പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മലയാളത്തിലുള്ളതിനെ നമുക്ക് മനസ്സിലാവോ? കേരളത്തിൽ ജീവിക്കുന്ന ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാള്, തൃശ്ശൂരുള്ള ഒരാള് ഈ അങ്ങാടിയിൽ വന്നൊരു സാധാരണക്കാരനോട് അയാള് അവിടെ സംസാരിക്കുന്ന രൂപത്തിൽ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. എനിക്കറിയാം, ഞാൻ പഠിച്ചത് അരീക്കോട്ടാണ്. അരീക്കോട്ട് പഠിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഞങ്ങളെ ഹോസ്റ്റലിൽ ഉണ്ടാവും. ചിലപ്പോൾ നോമ്പിന് അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളെയും കൂട്ടി ഞാൻ വീട്ടിൽ പോകാറുണ്ട്, അവരുടെ വീട്ടിൽ ഞാനും പോകാറുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക്, കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ വീട്, എൻ്റെ വീട്ടിലേക്ക് ഈ ആളുകൾ വന്നാൽ അവർ പറയുന്ന ഒരക്ഷരം എൻ്റെ ഉമ്മാക്ക് മനസ്സിലാകാറില്ല. ഉമ്മ എന്നോട് ചോദിക്കും എന്താ അവർ പറഞ്ഞത്. എൻ്റെ ഉമ്മ പറഞ്ഞത് എന്താന്ന് തിരുവനന്തപുരത്തുള്ള കുട്ടിക്ക് മനസ്സിലാവില്ല. അവൻ ചോദിക്കും എന്താ ഉമ്മ പറഞ്ഞത്. മലയാളികളാ, നമുക്ക് പോലും ഇത് മനസ്സിലാവില്ല. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ശൈഖിന് ലോകത്ത് ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും, ഏത് സമയത്ത് വിളിച്ചാലും അറിയാൻ കഴിയും, പറയാൻ കഴിയും. നോക്കൂ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ചില മഹാന്മാരുണ്ടല്ലോ, വലിയ മഹാന്മാരി എന്ന് പറയുന്ന ആളുകൾ, അവര് മരിച്ചാൽ അവരുടെ ജാറങ്ങൾ ഉണ്ടാകും. മടവൂരിന്റെ ജാറമുണ്ടായതുപോലെ, കുണ്ടൂരിന്റെ ഉറൂസ് ഉണ്ടായതുപോലെ, ഇങ്ങനെ ചില ആളുകളൊക്കെ മരിച്ചാൽ അവരുടെ ഖബറുകൾ കെട്ടിയുയർത്തും. ഇപ്പൊ എനിക്ക് മൂപ്പരൊന്ന് വിളിക്കണം എന്ന് വിചാരിച്ചാൽ എന്താ വഴി? മൂപ്പരടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ വിളിച്ചാൽ പറയും നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്, ഇപ്പൊ വിളിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മൾ പറയും ഉസ്താദ് എവിടെയോ ഉള്ളത്, ഉസ്താദിന് ഇപ്പൊ വിളിച്ചാൽ കിട്ടൂല. എന്നാ മരിച്ചാലോ? മരിച്ചാൽ പിന്നെ മൂപ്പര് കവറേജ് ഏരിയയിലാണ് എപ്പോഴും. എവിടുന്ന് വിളിച്ചാലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന വിഷയമില്ല. ഉണ്ടോ? എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും. ഒന്ന്, ഏത് സമയത്തും വിളിക്കാം. ഉറക്കമുണ്ടോ, മയക്കമുണ്ടോ? ഇല്ല. എന്നാൽ അത് ആരുടെ പ്രത്യേകത? സൂറത്ത് ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിൽ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തെന്ന് അല്ലാഹു പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദിവസവും പലതവണ നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുൽ കുർസി എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ആ അല്ലാഹ് മാത്രാ ഇലാഹ്. ആ അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയായ മുഴുവൻ കാര്യങ്ങളും ആ റബ്ബിനോടെ നടത്താൻ പാടുള്ളൂ. എന്താ കാരണം? അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവൻ ഉറക്കോ ഇല്ല, മയക്കോ ഇല്ല. ഇപ്പൊ കേരളത്തിലെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ മാതിരിയുള്ള മഹാന്മാരെ വിളിച്ചു നോക്കൂ. ഒപ്പമുള്ള സെക്രട്ടറിമാര് അല്ലെങ്കിൽ അസിസ്റ്റന്റുമാര്, ഒപ്പം നടക്കണ മുത്തഅല്ലിമീങ്ങള്, അവര് പറയും ഉസ്താദ് ഉറങ്ങുക, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഉസ്താദ് കിടക്കുക, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഉസ്താദ് യാത്രയിലാണ്, ക്ഷീണം കൊണ്ട് ചെറുതായൊന്ന് മയങ്ങിയിരിക്കാണ്, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഉസ്താദ് പനിച്ച് കിടക്കുകയാണ്, ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല. ഉസ്താദ് ICUലാണ്, ഇപ്പൊ വിളിക്കാൻ പറ്റൂല. ഇത് പറയും നമ്മളുടെ ആളുകൾ. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കേൾക്കും. ഏത് സമയത്തും വിളിക്കാം, ഏത് സമയത്തും ഏത് ആവശ്യത്തിനും എപ്പോഴും വിളിക്കാം എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുകയാണ് ഈ ആളുകളെ. വലിയ എന്ന് പറഞ്ഞിട്ട്, കറാമത്ത് എന്ന് പറഞ്ഞിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്കി ഈ ആളുകളെയൊക്കെ ഒരു പ്രത്യേക പദവിയിലേക്ക് ഉയർത്തുന്നു. ആരാ വലിയ? അല്ലാഹു പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാ അല്ലാഹുവിന്റെ ഔലിയാക്കള്? മുജാഹിദികളെ പറ്റി പറയും ചിലപ്പോ, മുജാഹിദീങ്ങൾക്ക് ഔലിയാക്കളൊന്നുമില്ല. കാരണം ഒരു സൂഫികളെ എതിർക്കുന്നവരാണ്, ഒരു ത്വരീഖത്തിനെ എതിർക്കുന്നവരാണ്. ഞങ്ങൾ സൂഫിസത്തെയാണ് എതിർക്കുന്നത്, ഞങ്ങൾ ത്വരീഖത്തിനെയാണ് എതിർക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്.
ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പട്ടം, ഒരു പച്ച പുതപ്പൊക്കെ പൊതിച്ച് മുടിയൊക്കെ ഒന്ന് നീട്ടി തൊപ്പിയൊക്കെ ഇട്ട് പല്ലൊന്നും തേക്കാതെ കുളിക്കാതെ ആ മസ്താനായി വട്ടായി നടക്കുന്ന ഒരാളല്ല. പിന്നെയോ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകത അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് സങ്കടവും ഉണ്ടാവുകയില്ല. ആരാ അവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, തഖ്വയോടുകൂടി ജീവിച്ചവരുമാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്നേ വരെ നമ്മളെ നാട്ടിൽ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ സാധാരണക്കാരില്ലേ? മത്സ്യക്കച്ചവടം ചെയ്യുന്നവരുണ്ട്, അതേപോലെ അങ്ങാടിയിൽ തുണിക്കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഒരു തട്ടിപ്പും നടത്താതെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തിന് പോയി, സുബഹിസ്കാരത്തിന്റെ ജമാഅത്തിന് വന്ന് കട തുറക്കുന്നത് വരെ പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് ആരുടെയും ഗീബത്ത് പറയാതെ നമീമത്ത് പറയാതെ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, മാനുഷികമായ ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മളെ നാട്ടിൽ. ഓലാരെങ്കിലും ചൂണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും അള്ളാഹിൻ്റെ ഒരു വലിയ തന്നെയാ കേട്ടോ? അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനെ ഇല്ല. നമ്മളെപ്പോഴാ വലിയ എന്ന് പറയാ? നാളെ ഈ അങ്ങാടിയിൽ ഒരാൾ വന്നു എന്ന് വിചാരിച്ചോ, ഒരു വലിയ പച്ച പുതപ്പുണ്ട്, തലയിലൊരു കൂർത്ത തൊപ്പിയുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഒരു തസ്ബീഹ് മാല ചുരുട്ടി അങ്ങനെ എന്തൊക്കെയോ പറയാണ്, കാർക്കിച്ചിങ്ങനെ തുപ്പാണ്, താടീൻ്റെ മുകളിൽ കൂടി ആ തുപ്പെന്ന് ഒലിക്കുന്നുണ്ട്, ഒന്നും പറയുന്നില്ല. പള്ളിയിൽ നിന്ന് ളുഹർ ബാങ്ക് കൊടുത്തു, അയാൾ അവിടെ നിന്ന് എണീറ്റിട്ടില്ല. അസ്ർ ബാങ്ക് കൊടുത്തു, അപ്പോഴും എണീറ്റിട്ടില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, അപ്പോഴും മൂപ്പര് എണീറ്റിട്ടില്ല. ചായ ആരോ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു, അത് കുടിച്ചു, അതും കുറെ കുപ്പായത്തിലും കുറെ താടിയുമലും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ പോയി. അന്ന് രാത്രി നമ്മൾ ആലോചിക്കും, പറയും എന്തോ ഒരു കറാമത്തൊക്കെ ഉള്ള ആളാന്ന് തോന്നിട്ടോ വന്നത്, ഔലിയാകാൻ സാധ്യത ഉണ്ട്. നമ്മളൊന്ന് മൂപ്പരെ കൂട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ നിർത്തിയാൽ, ഇവിടെ തന്നെ മൂപ്പര് മയ്യത്തായാൽ നമുക്കൊരു ജാറൊക്കെ കെട്ടിപ്പൊക്കി മഹലിന് നല്ലൊരു വരുമാനമാവും. പിന്നെ പിടിയേരി പിരിക്കാനും ആളുകളുടെ അടുത്ത് റെസീറ്റും കൊണ്ടൊന്നും സെക്രട്ടറിയും പ്രസിഡന്റും നടക്കേണ്ടി വരൂല, നമുക്ക് നല്ലൊരു മുതലാണ് എന്ന് നമ്മൾ പറയും. എന്താ ഔലിയാന്ന് നമുക്ക് തോന്നാൻ കാരണം? അയാൾ നിസ്കരിച്ചിട്ടില്ല, അയാള് ബാങ്ക് കൊടുത്തപ്പോ പള്ളിയിൽ പോയിട്ടില്ല, അയാൾ ഈ ദീനുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ അയാൾ ഈ കോലം കണ്ടപ്പോ നമുക്ക് തോന്നി ഇതാണ് ദീന്, ഇതാണ് ഇസ്ലാം, ഇതാണ് വലിയ എന്ന് നമുക്ക് തോന്നി. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ പള്ളിയിൽ പോണോ? പോണ്ട. അയാൾക്ക് അള്ളാഹ് ദീന് നിർബന്ധാക്കിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. റുഫിഅൽ ഖലമു അൻ സലാസ, 3 ആളുകളിൽ നിന്ന് അള്ളാഹു പേന ഉയർത്തിക്കളഞ്ഞിരിക്കുന്നു. അഥവാ അവർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയോ അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ആരൊക്കെയാണത്? അനിൽ മജ്നൂനി ഹത്താ യഫീഖ്, ഭ്രാന്തായിപ്പോയ മനുഷ്യൻ, അയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത് വരെ, ബുദ്ധി തിരിച്ചു കിട്ടുന്നത് വരെ അയാൾ എന്ത് ചെയ്താലും അയാളെ ശിക്ഷിക്കൂല, അത് രേഖയാക്കി അയാളെ ശിക്ഷിക്കുകയില്ല. അതേപോലെ തന്നെ വഅനി സ്വബിയ്യി ഹത്താ യഹ്തലിം, ഒരു കുട്ടി, ആ കുട്ടിക്ക് വിവേകമുണ്ടാകുന്നത് വരെ, അവന് പ്രായപൂർത്തിയാകുന്നത് വരെ അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ അവനെ ശിക്ഷിക്കുകയില്ല. ഒരാൾ ഉറങ്ങിപ്പോയി, ആ ഉറക്കത്തിന്റെ സമയത്ത് ബാങ്ക് കൊടുത്തു, അയാൾ കേട്ടില്ല, അയാൾ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടാ ഉണർന്നത്. ഉണർന്ന ഒരുത്തൻ ബാങ്ക് കേട്ടിട്ട് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് പോലെ ഈ ഉറങ്ങിയവൻ ശിക്ഷിക്കപ്പെടൂല. ഇതാ സുഖമില്ലാത്ത ആളുകളുടെ അവസ്ഥ. ഈ അമലുകൾ ചെയ്യൽ നിർബന്ധമില്ലാത്ത ആളുകളെ എങ്ങനെയാണ് പിന്നെ ഔലിയാക്കന്മാരുടെ പരിധിയിൽ നമ്മൾ പെടുത്തുന്നത്? മാനസിക രോഗികളായി ജീവിച്ചവരുണ്ട് അല്ലേ? റമളാൻ മാസത്തിൽ അങ്ങാടിയിലൂടെ ഭക്ഷണം കഴിച്ച് നടന്നു എന്ന് മാത്രമല്ല, നോമ്പെടുത്ത ആളുകളുടെ വായിൽ പത്തിരി തിരികെ കയറ്റിക്കൊടുത്ത ആളാണ് മടവൂർ ശൈഖ് എന്ന് മടവൂരിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ മടവൂര് ഖുതുബുൽ ആലമാണോ അല്ലേ എന്നുള്ള തർക്കം വേറെ നടക്കുന്നുണ്ട് ഇവിടെ. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഈ ഗൗസ് എന്ന് പറഞ്ഞതുപോലെ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് ഖുതുബ്. ഒരു സമയത്ത് ഒരു ഖുതുബേ ലോകത്തുണ്ടാവുന്നതാണ്. ആ ഖുതുബിനോട് ചോദിച്ചിട്ടാണ് അള്ളാഹ് ലോകത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത്. ഖുതുബുൽ അഖ്താബാണ് മുഹീദ്ദീൻ ശൈഖ് എന്നാണ്, എല്ലാ ഖുതുബുകളുടെയും ഖുതുബാണ്.
ഈ വടവൂര് ശൈഖ് ഖുതുബുൽ ആലമായിരുന്നു എന്നാണ് കുരുവട്ടൂരിലെ ശൈഖും മുരീദുമാരും പറയുന്നത്. എന്നാ പൊന്മള പറയുന്നു ഖുതുബുൽ ആലം എന്നല്ല മൂപ്പര്. കാരണം എന്താ? മൂപ്പര് ഇപ്പറഞ്ഞ പോലെ കുറെ ഏർപ്പാട് മൂപ്പരെടുത്തുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാൾ ഖുതുബാകാൻ പറ്റൂല എന്നാണ് പൊന്മളയും AP വിഭാഗവും പറയുന്നത്. ഖുതുബുൽ ആലമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ഇബ്രാഹിം നബിയും ഭാര്യയും മാത്രം മുസ്ലിങ്ങൾ. ആരാ ഖുതുബ് അന്നത്തെ? ഇബ്രാഹിം നബി സാറയോട് പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, നീയും ഞാനും മാത്രമേ അള്ളാഹിന്റെ ഭൂമിയിൽ മുസ്ലിങ്ങളായിട്ടുള്ളൂ. ഈ ലോകം ഉണ്ടായത് മുതൽ എല്ലാ കാലത്തും ഒരു ഖുതുബ് വേണമെന്ന്. ആരാണ് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഖുതുബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് വേറൊരു ഖുതുബുണ്ടോ? അങ്ങനെ ഒരു ഖുതുബിനെ പറ്റി പരിചയപ്പെടുത്തിയോ? ഞാനാണ് ഖുതുബെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ? ഇല്ല. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഗൗസ്, അതേപോലെ ഖുതുബ്, അതേപോലെ ഔതാദികള്, അബ്ദാലുകള്, നുജബാക്കള് എന്നിങ്ങനെ പറഞ്ഞ് കുറെ ഔലിയാക്കന്മാർ. ഔതാദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് ഖുർആനില് ഭൂമിയെ നിലനിർത്തുന്നതിന്റെ ഇതിന്റെ ബാലൻസിങ് നിലനിർത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പർവ്വതങ്ങളെ നാം ആണിക്കല്ലുകളാക്കി. അതുപോലെ ഈ ലോകത്തിന്റെ നിയന്ത്രണം ചില ഔലിയാക്കന്മാർക്കാണ്. അത് തെക്ക് ഭാഗത്തുണ്ട്, വടക്ക് ഭാഗത്തുണ്ട്, കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്. അതേപോലെ തന്നെ ഓരോ വേറെ മൂലകളിലുണ്ട്. ഈ മൂലകളിലൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് നോക്കുകയാണ് ലോകത്തിന്റെ കാര്യം. എന്നിട്ട് ഓല ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ആരാ പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം പഠിപ്പിച്ചത്? ഈ പദവികളിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് ത്വരീഖത്തിൽ അംഗമാകാൻ കഴിയില്ല. ഖുതുബുണ്ടെന്ന് വിശ്വസിക്കണം, അബ്ദാലുകൾ ഉണ്ടെന്ന് വിശ്വസിക്കണം, ഔതാദുകൾ ഉണ്ടെന്ന് വിശ്വസിക്കണം, നുജബാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ആരാ ഇത് പറഞ്ഞത്? ആരാ ഇത് പഠിപ്പിച്ചത്? ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആളുകളെ ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇവരൊക്കെ ഔലിയാക്കന്മാരാണ്. എന്നിട്ടോ ഒരിക്കൊക്കെ കറാമത്ത്, അവരുടെയൊക്കെ പേരിൽ കറാമത്ത് കഥകൾ, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നതാണ് ഏറ്റവും വലിയ കറാമത്ത്, അല്ലേ? ഇസ്ലാം ഏറ്റവും പ്രധാനമായി എതിർത്ത് തോൽപ്പിച്ച ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാനുള്ള കാരണം എന്താ? റിഫായി ശൈഖിനെ വിളിക്കാനുള്ള കാരണം എന്താ? മമ്പർത്ത തങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താ? മടവൂർ ശൈഖിനെ വിളിക്കാനുള്ള കാരണം എന്താ? മുരമ്പത്തെയും ഭീമാപള്ളിയിലെയും പുത്തമ്പള്ളിയിലെയും നാഗൂരിലെയും അജ്മീറിലെയും മെർവാടിയിലെയും ഒക്കെ ശൈഖുമാരെയും ബീവിമാരെയും തങ്ങന്മാരെയും വിളിക്കാനുള്ള കാരണം എന്താ? ഇവരൊക്കെ നമ്മൾ വിളിക്കുന്നത് കേൾക്കും, അറിയും എന്ന വിശ്വാസമല്ലേ? ആ വിശ്വാസത്തെ ഇസ്ലാം തകർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. ആ വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്തത്. ഇവിടെ ത്വരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഖാദിരിയ ത്വരീഖത്തുണ്ട്, റിഫായിയ ത്വരീഖത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ ത്വരീഖത്തുകളിലേക്ക് ആളെ കൂട്ടാനുള്ള പ്രകടന പത്രികകളാണ് മാലകൾ എന്ന് പറയുന്നത്. നമ്മൾ വലിയ പുണ്യത്തോടുകൂടി ചൊല്ലിയിരുന്ന മാലയില്ലേ, അതൊക്കെ ഇപ്പൊ സമൂഹത്തിൽ നിന്ന് പോയി. പക്ഷേ മൊയ്ലിയാന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ചില മൊയ്ലിയാന്മാരുടെ സങ്കടത്തോടെയുള്ള പ്രസംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെന്തൊരു നല്ല കാലമായിരുന്നു. മാലയുടെ കാലം, മൗലിദിന്റെ കാലം. ആ മൗലിദിന്റെ മാലേന്റെ ഒക്കെ കാലം പോയി എന്നത് സങ്കടത്തോടെ പറഞ്ഞ് ഇപ്പൊ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മാല ആസ്വാദന ചടങ്ങുകൾ, ബുർദ ആസ്വാദന ചടങ്ങുകൾ, അതിൽ തന്നെ മാലകൾ വിശദീകരിക്കുന്നു. ഓൺലൈനിലൊക്കെ ക്ലാസ് റൂമുകളിൽ നേരം വെളുത്ത് വൈകുന്നേരമാവോളം കുറെ പടുപ്പുകൾ ഇരുന്നിട്ട് അങ്ങനെ പാടുകയാണ്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. ഈ മാല പാടിയാൽ കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. എന്താ ഈ മാല എന്ന് പറഞ്ഞാൽ? ആരാ ഇതുണ്ടാക്കിയത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണോ? അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു നബിയുടെ പേരിൽ ഇതുപോലെ പദ്യങ്ങൾ ഉണ്ടാക്കി കൂലി കിട്ടും നിങ്ങൾ പാടിക്കോന്ന് പറഞ്ഞോ? കവികൾ ഉണ്ടായിരുന്നു അന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ? രക്തസാക്ഷികൾ ഉണ്ടായി, ബദറിൽ രക്തസാക്ഷികൾ ഉണ്ടായി. അതിനു മുമ്പ് സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെട്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുമയ്യ മാല ഉണ്ടാക്കി, ഇപ്പൊ നഫീസത്ത് മാല ഉള്ള മാതിരി ഉണ്ടാക്കി പാടാൻ പറഞ്ഞോ? മഞ്ഞക്കുളം മാല ഉണ്ടാക്കിയ മാതിരി ഹംസ മാല ഉണ്ടാക്കി പാടാൻ പറഞ്ഞോ? മുസബ് മാല, ഹംസ മാല, സഅദ് മാല, സയ്യിദ് മാല, ജാഫർ മാല, ഇങ്ങനെ ഉണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത്? ഉണ്ടാക്കിയില്ല, പാടാനും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോ ഇതുണ്ടായി. എന്തിന്? ത്വരീഖത്തിലേക്ക് ആളെ കൂട്ടാൻ, സാധാരണക്കാരായ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് ശൈഖിന്റെ കറാമത്തുകളുടെ കള്ളക്കഥകൾ പറഞ്ഞ് ഓരോ ത്വരീഖത്തിലേക്കും ആളെ കൂട്ടാൻ അല്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി ജയിച്ചാൽ എന്തൊക്കെയായി നാട്ടിൽ വരുത്താൻ പോണത് അല്ലേ? ഒരുപാട് വാഗ്ദാനങ്ങൾ. 2 കിലോ അരിക്ക് 1 രൂപ, 1 രൂപയ്ക്ക് 2 കിലോ അരി കൊടുക്കുന്ന ഒരു കൂട്ടര്, അതല്ല 2 രൂപയ്ക്ക് 1 കിലോ അരി എന്ന് വേറൊരു കൂട്ടര്. ഇനിയിപ്പോ കുറെ കാലം കഴിയുമ്പോൾ റേഷൻ കടയിൽ നിങ്ങൾ 5 കിലോ അരി വാങ്ങിയാൽ 10 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്ന പറയുന്ന കാലം ഉണ്ടാകാൻ പോവാൻ. തമിഴ്നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി പുരോഗമിച്ചു. ഒരാൾ പറഞ്ഞു 10ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച എല്ലാ കുട്ടികൾക്കും സൈക്കിള്, ഇപ്പൊ മറ്റേ ആൾ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ്. ഇങ്ങനെ ആളുകളെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന കാര്യമാണ് പ്രകടന പത്രിക, വോട്ട് കിട്ടാൻ വേണ്ടി. ഇതാണ് യഥാർത്ഥത്തിൽ ത്വരീഖത്തിന്റെ മാലകൾ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മുഹീദ്ദീൻ മാലയിൽ എന്താ പറയുന്നത്? മുതലായ റമളാനിലെ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തൊടാത്തോവർ. റമളാനിലെ 30 ദിവസവും മുഹീദ്ദീൻ ശൈഖ് മുല കുടിച്ചിട്ടില്ല. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, മുല കുടിക്കുന്ന പ്രായത്തിൽ സുബഹി ബാങ്ക് കൊടുത്താ പിന്നെ മൂപ്പര് മുല കുടിക്കൂല. പിന്നെ മുല കുടിക്കണമെങ്കിൽ എന്ത് വേണം? ആ പള്ളിയിൽ നിന്ന് മുക്കിന് മൈക്കിന് മുട്ടി ആ ബാങ്ക് കൊടുത്ത് ആ ഉമ്മയും വാപ്പയൊക്കെ കാരക്കയും വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങുമ്പോഴേ മൊയ്തീൻ ശൈഖ് എന്ത് ചെയ്യുള്ളൂ? മുല കുടിക്കുകയുള്ളൂ. അതുവരെ മുല കുടിക്കൂല. 30 ദിവസവും അങ്ങനെയാണ് എന്നാണ്. റമളാനിൽ കാപ്പാട്ടക്കാലി മാസം കണ്ടാലും ബേപ്പൂരക്കാലി മാസം കണ്ടാലും 30ന്റെ അപ്പുറത്ത് ഏതായാലും പോകൂല. പിന്നെ ഇത് 31 ആക്കാൻ എന്താ വഴി? അപ്പൊ റിഫായി മാലക്കാരൻ പറയാൻ 30 ദിവസമല്ലേ നിങ്ങളെ ശൈഖ് മുല കുടിക്കാത്തത്? എന്നാ ഞങ്ങളെ ശൈഖിന്റെ കഥ അറിയോ? മുന്നം ഒരേകലാൽ 40 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാത്തോവർ. മുന്നം ഒരേകൽ ഒരു സ്പെഷ്യൽ ഓർഡർ അള്ളാഹിന്റെ അടുത്തുനിന്ന്, അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഉത്തരവ്. എന്ത്? 40 ദിവസം മുല കുടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പോ മുഹീദ്ദീൻ റിഫായി ശൈഖ് എന്ത് ചെയ്തിട്ടില്ല? 40 ദിവസം മുല കുടിച്ചിട്ടില്ല. 30 ദിവസം കുടിക്കാത്ത മൊയ്തീൻ ശൈഖോ 40 ദിവസം കുടിക്കാത്ത റിഫായി ശൈഖോ ഏതാ നല്ലത്? ഖാദിരിയ തരീഖത്തോ റിഫായിയ തരീഖത്തോ? ഉറപ്പല്ലേ 40 ദിവസം കുടിക്കാത്ത റിഫായി തരീഖത്താ നല്ലത്? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ് എന്ത്? കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ, കാഞ്ഞേ മരത്തുമ്മൽ കായ നിറച്ചോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ പ്രത്യേകത എന്താ? കനിയില്ലാത്ത കാലത്ത് കനി കൊടുത്തു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചക്കേന്റെ മാങ്ങേന്റെ ഒക്കെ സീസൺ ആണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും സീസൺ തീർന്നു. അപ്പൊ പ്ലാവിന്റെ മുകളിലൊന്നും ചക്ക ഉണ്ടാവില്ല. എന്നാ മൊയ്തീൻ ശൈഖ് വന്നാൽ മൂപ്പരോട് ഇതാ ഈ മാവിന്റെ മുകളിൽ കുറച്ച് മാങ്ങ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ സീസൺ അല്ലെങ്കിലും മൂപ്പര് മാങ്ങ ഉണ്ടാക്കി തരും. ഉണങ്ങിയ ഒരു പ്ലാവ് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ചക്ക ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചക്ക ഉണ്ടാക്കി തരും. അത്ര വലിയ കറാമത്തുള്ള ശൈഖാണ്. അപ്പൊ ഇതിനെ കടത്തി വെട്ടണം. റിഫായി മാലക്കാരൻ എന്ത് പറഞ്ഞു? കനിയും അത് നട്ട് തീയും വളം വെച്ച് അക്കനി എല്ലാവർക്കും തിമ്മാങ്കൊടുത്തോവർ. റിഫായി ശൈഖ് വന്നാല് മൂപ്പര കയ്യിൽ നമ്മൾ ആ കടയിൽ നിന്ന് ഒരു മുന്തിരി എടുത്തിട്ട് മൂപ്പര കൈ കൊടുത്താൽ മൂപ്പരെന്ത് ചെയ്യും? ഒരു ചെറിയ കുഴി ഒഴിച്ച് ഈ മുന്തിരി അതിൽ നടും. എന്നിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു തീപ്പെട്ടി വാങ്ങിയിട്ട് ഒരു കൊള്ളി അരച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കും. അപ്പൊ ഈ മുന്തിരി ഇങ്ങനെ വളർന്ന് വലുതായി വള്ളിയായി പടർന്ന് അതിന്റെ മുകളിൽ മുന്തിരി ഉണ്ടാവും. ഫാസ്റ്റ് ഫുഡ് മാതിരി ഫാസ്റ്റ് ഫ്രൂട്ട് സർവീസ്. നമുക്ക് ഓർമ്മയില്ലേ ചെറുപ്പത്തിലൊക്കെ പെരുന്നാളിനൊക്കെ നമുക്ക് ഈ ചൈനീസ് പടക്കങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊക്കെ വാങ്ങി തന്നിരുന്ന 2 തരം പടക്കങ്ങളുണ്ട്. ഒന്ന് ഒരു ചോന്നിട്ട് അതിന്റെ നടുവിൽ കുറച്ച് മരുന്ന് ചേർത്ത് നമ്മൾ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു സാധനം, പൊട്ടാസ് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. ഇവിടെ എന്താ പറയാന്നറിയില്ല. ഒന്നതാണ്. രണ്ടാമത്തേത് ഒരു കറുത്ത ഗുളിക, പാമ്പിൻ ഗുളിക എന്നാ അതിന് പറയാ ഞങ്ങളൊക്കെ. എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു തീപ്പെട്ടിക്കള്ളി വരച്ചിങ്ങനെ അതിന്റെ മുകളിൽ വെച്ചാൽ അതിങ്ങനെ ഫൂ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഇത്ര ഉയരത്തിൽ ഒരു പാമ്പിന്റെ മാതിരി ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാ പാമ്പിൻ ഗുളിക എന്ന് പറയുന്നത്. ഈ പാമ്പിൻ ഗുളിക മാതിരി
റിഫായി ഷെയ്ഖിന്റെ കയ്യിൽ മാങ്ങ കൊടുത്തിട്ട് ആ മാങ്ങയ്ക്ക് റിഫായി ഷെയ്ഖ് തീപ്പെട്ടിക്കൊള്ളി അരച്ച് വെച്ചാൽ അതങ്ങട്ട് വലുതായി മാവായി അതിന്റെ മുകളിൽ മാങ്ങ ഉണ്ടാകും. ആരാ നല്ലത്? ആരാ മെച്ചം? റിഫായി ഷെയ്ഖ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു തേടാനും മുഹീദ്ദീൻ ഷെയ്ഖ് മഹാനാണെന്ന് പറയാനും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തുകളുടെ വലിയ കടൽ ആളുകളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും ഒക്കെ ഏറ്റവും പ്രധാനമായി പറയുന്ന വരി എന്താ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകാമെന്നോവർ. നമ്മളെ കൽബിലുള്ള സംഗതി മുഹീദ്ദീൻ ഷെയ്ഖ് കുപ്പിയുടെ ഉള്ളിലുള്ള ഒരു വസ്തു നമ്മൾ കാണുന്നത് പോലെ പറയുന്ന. നിങ്ങൾ ആ ബേക്കറി പോയി നോക്കിയാ ഒരു 4-5 തരം മിക്സർ ഉണ്ടാവും അവിടെ. ഓരോ മിക്സർ എല്ലാറ്റിൻ്റെയും പേര് മിക്സർ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയും ദാ ഈ മിക്സർ തരണം എന്ന് പറയും. ഈ മിക്സർ ഒരു 1/2 കിലോ കാട്ട്, ഈ മിക്സർ ഒരു 200 എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ? അതാ ചില്ലുകൂട്ടിൻ്റെ ഉള്ളിലൂടെ കാണുന്നത് കൊണ്ടാണ്. ഹലുവ ഒരേ ഒരു 5-8 തരം ഹലുവ ഉണ്ടാകും. ഇതേതാ ഹലുവ, ഇതേതാ ഹലുവ, ഇതേതാ എന്ന് നമ്മൾ ചോദിക്കും. എന്നിട്ട് പറയും ഇതൊരു 1/2 കിലോ വേണം. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ബേക്കറിക്കാരന് പറഞ്ഞോളന്നില്ല. കുറച്ച് മുട്ടയും മൈദയൊക്കെ കൂടി കലക്കി പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു സാധനമായി, അതിനൊരു പേര് മൂപ്പരിട്ടു, അത് നമ്മൾ വാങ്ങുന്നു എന്ന് മാത്രം. അപ്പോ ഇതുപോലെ ഈ ചില്ലുകൂട്ടിനുള്ളിലുള്ള പലഹാരം നമ്മൾ കാണുന്നത് പോലെ നമ്മളുടെ കൽബിലുള്ളത് ആര് കാണും? മുഹീദ്ദീൻ ഷെയ്ഖ് കാണും. കൺകൊണ്ട് കണ്ടതും കണ്ണിൽ കൽബകത്തുള്ളതും കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ കണ്ടു പറയുന്ന. കണ്ണിൽ കാണാത്തതും കൽബിന്റെ ഉള്ളിലുള്ളതും കണ്ണുകൊണ്ട് കണ്ടതുപോലെ കണ്ടു പറയും. ആര്? മുഹീദ്ദീൻ ഷെയ്ഖ്. ഈ വിശ്വാസമായി വിളിക്കായ്മ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസത്തെ തകർത്തെറിയുന്നു ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ഈ വിശ്വാസത്തെ തകർത്തെറിയുന്നു റിഫായി മാലക്കാരൻ. എന്താ പറയുന്നത്? ഒളിവർ മുഹീദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിൻ പീരിയത്തിന്മേലെ ഒളിച്ചോവർ കണ്ണിൽ കരുമശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്ങള് വാരുവിനതെന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും അമ്മാവനും മരുവനുമാണ്. രണ്ടാളും കൂടി ഒരു ദിവസം ഒളിച്ച് കളിക്കുകയാണ്. ഈ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഒരു ചുമരിന്റെ മുകളിൽ മറിഞ്ഞു നിന്നിട്ട് 1 മുതൽ 25 വരെ അല്ലെ 50 വരെയൊക്കെ എണ്ണുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒളിക്കുക. എണ്ണിക്കഴിഞ്ഞാൽ ഇവൻ മറ്റവരെ തെരഞ്ഞു പോവുക, ഇവൻ കാണാതെ മറ്റവർ വന്ന് ഈ കുറ്റി തൊടുക എന്ന് പറയുന്ന ആ കളിയുണ്ടല്ലോ, അത് കളിക്കാണ് ആര്? റിഫായി ഷെയ്ഖും മൊയ്തീൻ ഷെയ്ഖും. മൊയ്തീൻ ഷെയ്ഖ് ആ എണ്ണണത്, റിഫായി ഷെയ്ഖ് ഒളിക്കണം. റിഫായി ഷെയ്ഖ് വേഗം എന്ത് ചെയ്തു? മൊയ്തീൻ ഷെയ്ഖ് എണ്ണുമ്പോ കണ്ണിൻ പിരിയത്തിന്മേലെ ഒളിച്ചോവർ. മൊയ്തീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ പുരികത്തിന്റെ മുകളിൽ കയറി ഒളിച്ചു. മരത്തിന്റെ ബേക്കിലും കട്ടിലിന്റെ ഉള്ളിലും ചുമരിന്റെ പുറകിലൊന്നും പോകാൻ നിന്നില്ല. മൂപ്പര് വേഗം കണ്ണിന്റെ പുരികത്തിന്റെ മുകളിൽ കയറി ഒളിച്ചു. ആരെ കണ്ണിന്റെ പുരികത്തിന്റെ മുകളിൽ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ടു പറയുന്ന മൊയ്തീൻ ഷെയ്ഖിന്റെ. ഇവിടെ നിന്ന് അങ്ങ് ബഗ്ദാദിൽ മരിച്ചു കിടക്കുന്ന മൊയ്തീൻ ഷെയ്ഖിനെ നമ്മൾ വിളിച്ചാൽ നമ്മളുടെ കുട്ടിയുടെ വേദനയും പ്രയാസവും അറിയും കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മുകളിലാണ് ആരൊളിക്കുന്നത്? റിഫായി ഷെയ്ഖ് ഒളിക്കുന്നത്. എന്താ സംഭവിച്ചത്? റിഫായി മാലക്കാരൻ പറയുന്നു, കണ്ണിൽ കരുമശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. കണ്ണിലാകെ മഷിയായ പോലെ ഞാനൊന്നും കാണില്ല, നിങ്ങൾ വരി, ഞാൻ തോറ്റു ചൊല്ലിട്ടോന്ന്. ആര്? മൊയ്തീൻ ഷെയ്ഖിനോട് മൊയ്തീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖിനോട് പറയാൻ. ആ റിഫായി ഷെയ്ഖിനെയാണോ മൊയ്തീൻ ഷെയ്ഖിനെയാണോ നിങ്ങൾ ഷെയ്ഖായി തീരുമാനിക്കേണ്ടത് എന്നാ ഈ മാലക്കാര് നമ്മളോട് ചോദിക്കണത്. നമ്മൾ പറയുന്നു രണ്ടാളും നമ്മളെ ഷെയ്ഖല്ല. കാരണം രണ്ടാൾക്കും ഇത് കാണാനും കഴിയില്ല, അറിയാനും കഴിയില്ല, കേൾക്കാനും കഴിയില്ല, ഉത്തരം ചെയ്യാനും കഴിയില്ല. അല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഷെയ്ഖ്, നിങ്ങൾ വിചാരിച്ചോളൂ, ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഷെയ്ഖുമാരും ഉസ്താദുമാരും, മരിച്ച ജാറം കെട്ടിപ്പൊക്കാൻ പോണ ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ ഏതെങ്കിലും ഒരാളെ നമ്മൾ രണ്ടാള് ഒരു സ്ഥലത്തിരുന്ന് വർത്താനം പറയാണ്. രണ്ടാളും ഈ ഷെയ്ഖിനെ അംഗീകരിക്കണവരാന്ന് വിചാരിച്ചോളൂ. രണ്ടാളും ഈ ഷെയ്ഖിനെ അംഗീകരിക്കുന്നവരാന്ന് വിചാരിച്ചോളൂ. ഒരാൾ പറയാ, ഷെയ്ഖെ എൻ്റെ കുട്ടിക്ക് തീരെ സുഖമില്ല, നിങ്ങൾ എൻ്റെ കുട്ടീൻ്റെ അസുഖം മാറ്റിത്തരണേ എന്നൊരാൾ പറഞ്ഞാൽ മറ്റൊന്നിങ്ങനെ നോക്കിയിട്ട് പറയും,
നീ ആരോടാ പറയണത്? നമ്മളെ ഷെയ്ഖിനോട്. നീ ഇവിടുന്ന് പറഞ്ഞാൽ ഷെയ്ഖ് കേൾക്കുമോ? എന്നാൽ എനിക്ക് നമ്മളെ കുട്ടികളെടുത്ത് ഷെയ്ഖിൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവില്ലേ, വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ പോരെ? അല്ല നീ ഇവിടുന്ന് ഇത് പറഞ്ഞിട്ട് എന്താ ഷെയ്ഖ് കേൾക്കുമോ എന്ന് ചോദിക്കും. എന്നാൽ ഷെയ്ഖ് മരിച്ച് രണ്ടാമത്തെ ദിവസം മറ്റവൻ ഇത് പറയണതെങ്കിലോ ഇവൻ കൈവക്കി ആമീൻ പറഞ്ഞു കൊടുക്കും. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് മുതുപറമ്പെന്ന് കൊണ്ടോട്ടിയുള്ള, കാരന്തൂരുള്ള, കാന്തപുരത്തുള്ള, മമ്പറത്തുള്ള, ചെമ്മാടുള്ള ഷെയ്ഖ് വിളിച്ചാൽ കേൾക്കൂല. മരിച്ചു കഴിഞ്ഞാലോ അപ്പൊ പിന്നെ കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഈ വിശ്വാസം ഏറ്റവും പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു വിശ്വാസി അവന്റെ മനസ്സിൽ സൂക്ഷിക്കുകയും അവൻ പിന്തുടരുകയും ചെയ്യേണ്ട അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയാണ് ഈ ത്വരീഖത്തിന്റെ ആളുകൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, തകർത്ത് കളയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മുകളിലായി ഈ ത്വരീഖത്ത് കെട്ടിപ്പടുക്കുന്നതൊക്കെ, അതിനു വേണ്ടിയായി ഈ ദിക്റുകളൊക്കെ. എല്ലാ വിളിയും ഷെയ്ഖുമാര് അല്ലേ, യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ്. അതിന്റെ മുകളിലുള്ള ആചാരങ്ങൾ കുത്തറാത്തീബ് പോലെ, റാത്തീബ് പോലെ. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, എടുത്തുപോയി, ഇല്ലാതായിപ്പോയി. റാത്തീബ് ഉണ്ടായിരുന്നില്ലേ? മുഹീദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയല്? ലാ 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 313 പ്രാവശ്യം. അല്ല 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 313 പ്രാവശ്യം. ഇല്ല 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 ഇല്ല. എന്റെ മുമ്പിൽ എന്റെ വാക്ക് കേൾക്കുന്ന സുന്നികളായ കാരണവന്മാർ ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ കാലത്ത് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ റാത്തീബിന് ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് അന്നത്തെ റാത്തീബ് വിദഗ്ധന്മാരായ കാരണവന്മാര് ഒരാളുടെ തലപ്പാവ് മറ്റയാളുടെ തലേന്റെ മുകളിലും അയാളുടെ തലപ്പാവ് ഇയാളുടെ തലയുടെ മുകളിലേക്കും പറപ്പിക്കുന്ന തരത്തിലുള്ള റാത്തീബ് വിദഗ്ധന്മാരുണ്ടായിരുന്നു എന്ന്. ഇപ്പൊ ഉണ്ടോ? എന്താ അല്ല അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാ ഹൂ ഹീ ഹയ്യുൻ. അള്ളാഹിനെ പറ്റിയാണ് എന്നാ ഷോർട്ടാക്കിയതാണെന്ന് ഒരു മൊയ്ലിയാര് പറഞ്ഞത്. എന്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി. അങ്ങനെ ഹാ ഹു ഹി. ആലോചിച്ചു നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഒരു ഷോർട്ടാക്കേണ്ട രീതി ആര് പഠിപ്പിച്ചു തന്നു? അല്ലെങ്കിൽ എന്താ അർത്ഥം? ഓന്റെ, ഓളെ, ഓന്റെ, അങ്ങനെ ഉണ്ടോ? ഹാ അവളുടെ എന്നാ അർത്ഥം? അങ്ങനെയൊന്നുണ്ടോ? ഈ റാത്തീബ് ചെല്ലാൻ ആര് പഠിപ്പിച്ചു? ഇപ്പൊ അതൊക്കെ ഉണ്ടാക്കാനാ ചിലർ ശ്രമിക്കുന്നത്. ഈ റാത്തീബുകളൊക്കെ ഷാദിലി റാത്തീബ്, റിഫായി റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ് എന്നിങ്ങനെ തുടങ്ങിയുള്ള റാത്തീബുകൾ ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇതൊക്കെ ഒഴിവായി നമ്മളുടെ സമൂഹം വീണ്ടും വിശുദ്ധ ഖുർആനിലേക്ക്, തിരുസുന്നത്തിലേക്ക് തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ചില ആളുകൾ ഇതിനൊക്കെ പുതിയ ആവിഷ്കാരങ്ങൾ നൽകി, സൂഫിസത്തിന്റെ പുതിയ പരിവേഷം നൽകി, ത്വരീഖത്തിന്റെ പുതിയ പരിവേഷം നൽകി, ഓരോരുത്തരും അവരുടെ ത്വരീഖത്തുകൾ ഉണ്ടാക്കി ആളുകളെ ഇതിലേക്ക് തന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ കരുതിയിരിക്കണം. നമ്മളുടെ വിശ്വാസം തകർക്കാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. നമ്മളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. ഈ ഒരു ബോധം വിശ്വാസികൾക്കുണ്ടാകേണ്ടതുണ്ട് എന്നാ മുജാഹിദുകൾ പറയുന്നത്. സ്വർഗത്തിലേക്കെത്താൻ കുറുക്കുവഴിയില്ല അല്ലേ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നിന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മൊയ്തീൻ ഷെയ്ഖിനോട് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞത്രേ, നിന്റെ മുരീദൊന്നും നരകത്തിലില്ല, എല്ലാവരും സ്വർഗത്തിലാണ്. അപ്പൊ പിന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ മുരീദുമാരൊക്കെ നല്ലവരാണ് എന്നാണോ അതിന്റെ അർത്ഥം? അതൊന്നുമല്ല. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് എന്റെ മുരീദുകളൊക്കെ സ്വർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നാളെ പരലോകത്തെത്തും. അള്ളാഹുവിന്റെ റസൂല് ഹൗലുൽ കൗസറിൽ നിന്ന് ആ വിശുദ്ധമായ പാനീയം മുക്കിക്കൊടുക്കും. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാകാത്തതുമായ പാനീയം എന്നൊക്കെ നമ്മൾ പഠിച്ച ആ കൗസർ മുക്കിക്കൊടുക്കും അള്ളാഹുവിന്റെ റസൂൽ.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ ഒന്നാകെ അങ്ങോട്ട് നടന്നു നീങ്ങുമ്പോ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇത് കൊടുക്കാനൊരുങ്ങുമ്പോ അള്ളാഹു പറയുന്നു, വേണ്ട നബിയെ അവർക്ക് കൊടുക്കരുത്, ഈ പാനീയം അവർക്ക് കൊടുക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ അള്ളാഹിനോട്, ഐ റബ്ബി ഉസൈഹാബി, അല്ലെങ്കിൽ ഐ റബ്ബി മിൻ ഉമ്മത്തി, പടച്ചോനെ അവര് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുയായികളാണല്ലോ, അവർ എന്താ അവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയുന്നത്, ലാ തദിരി മാ അഹ്ദസു ബഅദക, ലാ തദിരി മാ അഹ്ദസു ബഅദക, താങ്കളുടെ ശേഷം ഈ ദീനിൽ അവരെന്താ ഉണ്ടാക്കിയത് എന്ന് നബിയെ താങ്കൾക്കറിയില്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ വളരെ നല്ലവനാണ്, അതുകൊണ്ട് എൻ്റെ ഉമ്മത്തുകളും നല്ലവരെന്നെ, അവരെല്ലാവരും സ്വർഗത്തിൽ എന്നെന്നാ അല്ല. എന്നിട്ട് ഇത് അള്ളാഹ് ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ന്യായവാദവും നടത്തുന്നില്ല. അള്ളാഹിന്റെ റസൂൽ എന്താ പറയുന്നതെന്നറിയോ? സുഹ്കൻ സുഹ്ക, പോ പോ പോ, ദൂരെ പോ, ആട്ടി ഓടിക്കുകയാണ് അവിടെ നിന്ന്. ഇപ്പൊ ഈ റസൂലിനേക്കാളൊക്കെ മെച്ചാണോ മുഹീദ്ദീൻ ഷേഖ്? ഈ റസൂലിനേക്കാളൊക്കെ മികച്ചതാണോ മുഹീദ്ദീൻ ഷേഖിന് അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനം? ആലോചിച്ചു നോക്കണം. ഇതാ ത്വരീഖത്തിന്റെ വിശ്വാസം. ഈ ത്വരീഖത്തുകളിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് സൂഫികൾ ജീവിക്കുന്നത്. ഈ സൂഫികളൊക്കെ ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ ആളുകളാ. ഒന്നുകിൽ ഖാദിരിയ, അല്ലെങ്കിൽ ചിസ്തിയ, അല്ലെങ്കിൽ നഖ്ശബന്ദിയ, അല്ലെങ്കിൽ ഷാദിലിയ, അല്ലെങ്കിൽ തീജാനിയ. ഈ ത്വരീഖത്തുകളൊക്കെ ഇതിന്റെ വേറൊരു രസം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ സംഘടനാ ത്വരീഖത്തുകളാ. കക്കാട് മുഹമ്മദ് ഫൈസി ഈജിപ്തിൽ പോയി തീജാനി ത്വരീഖത്തും കൊണ്ടുവന്നു. കാന്തപുരം ഗ്രൂപ്പ് അംഗീകരിച്ചില്ല, പറ്റൂല എന്ന് പറഞ്ഞു. എന്താ പറ്റൂല എന്ന് പറയാൻ കാരണം? നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകൾ പുതിയതുണ്ട്, സ്വലാത്ത് പുതിയതുണ്ട്, അന്യസ്ത്രീയെ തൊടുന്നുണ്ട്, ഇതൊക്കെയാ കാര്യം പറഞ്ഞത്. അപ്പോ കക്കാട് ഫൈസി ഇവരംഗീകരിക്കുന്ന ത്വരീഖത്തിന്റെ ശൈഖുമാരുടെ വീഡിയോ ഇടാൻ തുടങ്ങി. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നതും പെണ്ണുങ്ങളെ തൊടുന്നതും അതേപോലെ പുതിയ ദിക്റുകൾ ഉള്ളതൊക്കെ അതവിടെ നിന്നു. കുരുവട്ടൂരിലെ ശൈഖ് ത്വരീഖത്തുമായി വന്നു, ഖാദിരിയ ത്വരീഖത്തിന്റെ ആളായി വന്നു. ആ ത്വരീഖത്തുമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പൊന്മളയും കൂട്ടരും വന്നിട്ട് പറഞ്ഞു, ഇത് പറ്റൂല, ഈ ത്വരീഖത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? മൂപ്പര് കാന്തപുരത്തിനെതിരാണ്, അതുകൊണ്ട് ആ ത്വരീഖത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ കുരുവട്ടൂരിലെ അബ്ദുൽ ഹക്കീം സഖാഫിയുടെ, നൗഷാദ് ഹസനിയുടെ ഉസ്താദായ അബ്ദുൽ ഹക്കീം സഖാഫിയുടെ പൂർവകാല ചരിത്രങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കുരുവട്ടൂരിസം എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്ററി ഉണ്ടാക്കി. മൂപ്പര് ഉത്തരാഖണ്ഡിലെ കാട്ടിൽ ജീവിച്ചതും അവിടുത്തെ കള്ളക്കഥകളൊക്കെയാണ് ഇവര് വലിയ കറാമത്തായി പറഞ്ഞത്. ഉത്തരാഖണ്ഡിൽ ഇവര് പോയപ്പോ കാട്ടിലൊന്നല്ല ജീവിച്ചത് എന്നും അവിടെ നാട്ടിൽ പുറത്താക്കിയതാണ് എന്നുമുള്ള കഥകൾ ഈ ഡോക്യുമെന്ററിയിലൂടെ ജനങ്ങൾ പറഞ്ഞു. അത് സ്വീകരിക്കാൻ പാടില്ല. ഈ ത്വരീഖത്തിന്റെ ആളുകൾ പറഞ്ഞു മടവൂര് ഖുതുബുൽ ആലമാണ്. അപ്പൊ പൊന്മളയും കൂട്ടരും പറയുന്നു ഖുതുബുൽ ആലമാണെന്ന് മടവൂരിനെ പറ്റി പറയാൻ പാടില്ല. ഇങ്ങനെ പരസ്പരം ത്വരീഖത്തുകളുടെ പേരിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നവർ, പുതിയ പുതിയ ത്വരീഖത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇവരുടെ ഇടയിൽ യഥാർത്ഥ ദീൻ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാ മുജാഹിദുകൾ ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങളാ മുമ്പ് പറഞ്ഞത്. കുറുക്കുവഴിയില്ല സ്വർഗത്തിലേക്ക്, എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഒരു വഴിയില്ല. ത്വരീഖത്തായി, മുരീദായി, ഷെയ്ഖായി. ഷെയ്ഖിന്റെ മുമ്പിൽ മുരീദ് എങ്ങനെ? മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മയ്യത്ത് കിടക്കും പോലെ കിടന്നോളണം. ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അത് സ്വീകരിച്ചോളണം. മയ്യത്തിനവിടെ ആ മയ്യത്തിന്റെ ഇടത്തെ കൈ എടുക്കുമ്പോ അല്ല ആദ്യം വലത്തെ കൈ എടുക്കുന്നറിയാൻ അവകാശം മയ്യത്തിനില്ലല്ലോ. ഇതുപോലെ ഷെയ്ഖ് എന്താണോ പറയുന്നത് അത് മുരീദ് അനുഷ്ഠിച്ചു കൊള്ളണം, അത് മുരീദ് സ്വീകരിച്ചു കൊള്ളണം. ആ ഷെയ്ഖ് പല പദവികൾ കടന്നിട്ടാണ് അങ്ങനെ പുരോഗമിക്കുന്നത്. അതിന് സിത്റുണ്ട്, തജല്ലിയുണ്ട്, മുഹാലറയുണ്ട്, മുകാശഫയുണ്ട്, മുജാഹദയുണ്ട്, മുശാഹദയുണ്ട്, മുറാഖബയുണ്ട്. ഇതൊക്കെ ഓരോ പേരാ. ആരാ ഉണ്ടാക്കിയത്? ഷെയ്ഖുമാരുണ്ടാക്കിയ പേര്, ത്വരീഖത്തിന്റെ ചില ഉസ്താദുമാരുണ്ടാക്കിയ പേര്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പേരുകളല്ല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പേരുകളല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുറാഖബ കഴിഞ്ഞ് മുശാഹദ കഴിഞ്ഞ് പിന്നെ മുഹാകമയിലെത്തി, മുജാഹദയിലെത്തി, മുകാശഫയിലെത്തി. അങ്ങനെ ഗൗസും ഖുതുബും ബാബ്ദാലും ഒന്നും ആയിട്ടില്ല. ഇവരുണ്ടാക്കുകയാണ്, ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ. ഇതിന്റെ പിന്നാലെയല്ല നമ്മൾ പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായ ഒരു ത്വരീഖത്തുണ്ട്. വിശുദ്ധ ഖുർആൻ ലഭിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കയിലും മദീനയിലുമുള്ള ജീവിതത്തിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന വളരെ കൃത്യമായ അത്വരീഖത്തുൽ മുഹമ്മദിയ. ആ ത്വരീഖത്തിന്റെ പിന്നാലെ പോകാൻ, ആ ത്വരീഖത്ത് അംഗീകരിച്ച് മുഹമ്മദ് നബിയെ ഇത്തിബാഅ് ചെയ്യാൻ നാം എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.